നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ? ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ട് പറയാവോ? സൗണ്ട് ഓഡിബിൾ ആണെങ്കിൽ ഓഡിബിൾ ആണ് എന്നൊന്ന് പറഞ്ഞേക്കാവോ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്? അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത് എന്താ, കൺസെപ്റ്റ് ഓഫ് സ്പെറിക്കൽ എർത്ത്. സ്പെറിക്കൽ എർത്ത് എന്താണ്, ദെൻ ഷേപ്പ് ഓഫ് എർത്ത്. അതായത് ഷേപ്പ് ഓഫ് എർത്ത് ജിയോയിഡ് ആണ്. ജിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജിയോഡസി എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ദെൻ ആക്സിസ് ഓഫ് എർത്ത്, അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് എർത്ത്. നമുക്കറിയാം എർത്തിന് രണ്ട് തരം മൂവ്മെന്റ് ആണുള്ളത്, റൊട്ടേഷൻ, റെവല്യൂഷൻ. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കൺസെപ്റ്റ് ഓഫ് സ്പെറിക്കൽ എർത്ത്. അതായത് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഏൻഷ്യൻ പീരിയഡിൽ ആൾക്കാർ വിശ്വസിച്ചിരുന്നത് ഭൂമി ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് എന്നായിരുന്നു. അപ്പൊ ഭൂരിഭാഗം പേരുടെയും വിചാരം ഭൂമി ഒരു ഫ്ലാറ്റ് സർഫസ് ആണ്. ഇപ്പൊ ഗ്രീക്കുകാർക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ആരെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപം ചെയ്യുന്ന ആളെ ഭൂമിയുടെ ഒരറ്റത്ത് കൊണ്ടുപോയി തള്ളിയിട്ടാൽ മതി. തള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാള് തിരിച്ചു വരില്ല. ഇതായിരുന്നു ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയി തള്ളിയിട്ടാൽ മതി, പിന്നെ അയാൾ തിരിച്ചു വരില്ല. ഇതായിരുന്നു അവരുടെ ഒരു വിശ്വാസം. പക്ഷെ ഈ ഒരു വിശ്വാസത്തെ പൊളിച്ചെഴുതിയ ആളാണ്, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് സ്പെറിക്കൽ എർത്ത് അത് ആദ്യമായി അവതരിപ്പിച്ച ആളാണ് തെയിൽസ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ആരാണ് കൺസെപ്റ്റ് ഓഫ് സ്പെറിക്കൽ എർത്ത് അത് ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് തെയിൽസ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്ന ഇദ്ദേഹമാണ് തെയിൽസ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഈ ഒരു കൺസെപ്റ്റ് ഓഫ് സ്പെറിക്കൽ എർത്ത് അത് ആദ്യമായി കൊണ്ടുവന്ന വ്യക്തി. ഇനി തെയിൽസ് ഇത് പറയുന്നത് 7th സെഞ്ചുറിയിലാണ്. പിന്നീട് വന്ന നമുക്കറിയാം മാത്തമാറ്റീഷ്യൻ ആണ് പൈതഗോറസ്, അതുപോലെ തന്നെ ഫിലോസഫർ ആയ അരിസ്റ്റോട്ടിൽ. ഇവരെല്ലാം തെയിൽസിന്റെ ഈ ആശയത്തെ പിന്താങ്ങി. അപ്പൊ തെയിൽസ് പറഞ്ഞത് ശരിയാണ്, ഭൂമി ഉരുണ്ടതാണ് എന്ന് പൈതഗോറസും അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലിനെയും പോലെയുള്ള ആൾക്കാർ പറഞ്ഞു. പിന്നീട് വന്ന നമ്മുടെ അതായത് ഇന്ത്യക്കാരനായ ആര്യഭട്ട, അദ്ദേഹമാണ് പിന്നീട് പറയുന്നത് ഭൂമി ഉരുണ്ടതാണ്, അത് മാത്രമല്ല ഭൂമി അതിന്റെ അച്ചുതണ്ടിലൂടെ സ്വയം കറങ്ങുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു, നമ്മുടെ ആര്യഭട്ട പറഞ്ഞു. അപ്പൊ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ തെയിൽസ് ആണ്. പക്ഷെ ഭൂമി ഉരുണ്ടതാണ്, അതേസമയം തന്നെ അത് അതിന്റെ അച്ചുതണ്ടിലൂടെ കറങ്ങുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ആര്യഭടനാണ്. ഇനി ആര്യഭട്ട അത് പറഞ്ഞു. അതുകൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുണ്ട്, കോപ്പർനിക്കസ്. പലരോടും ചോദിക്കുമ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ പലരും പറയുന്ന ഒരു മറുപടിയാണ് കോപ്പർനിക്കസ്. ആക്ച്വലി കോപ്പർനിക്കസ് അല്ല ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞത്, അത് തെയിൽസ് ആണ്. കോപ്പർനിക്കസ് ഈ ആശയത്തെ പിന്താങ്ങി, അത്രേ ഉള്ളൂ. പിന്നീട് മെഗലൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫെർഡിനൻഡ് മെഗലൻ. അദ്ദേഹത്തിന്റെ യാത്രയിലൂടെ ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിച്ചു. അപ്പോ നമ്മുടെ തെയിൽസ് ഒരു സജഷൻ പറഞ്ഞു, അരിസ്റ്റോട്ടിലും പൈതഗോറസും അതിനെ പിന്താങ്ങി. പിന്നീട് വന്ന ആര്യഭട്ട എന്താ പറഞ്ഞത്, അതായത് ഭൂമി ഉരുണ്ടതാന്ന് മാത്രമല്ല ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്നും ഇന്ത്യക്കാരനായ ആര്യഭട്ട പറഞ്ഞു. ഇതിനെ പ്രാക്ടിക്കലി തെളിയിച്ച വ്യക്തിയാണ് മെഗലൻ. മെഗലൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സർക്കം നാവിഗേഷൻ പൂർത്തിയാക്കിയ വ്യക്തിയാണ് മെഗലൻ എന്നാണ് ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോ ശരിക്കും മെഗലൻ സർക്കം നാവിഗേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടോ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും മെഗലൻ സർക്കം നാവിഗേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മെഗലൻ യൂറോപ്പിൽ തുടങ്ങുന്ന യാത്ര, അദ്ദേഹത്തിന് യൂറോപ്പിൽ തിരിച്ചെത്താനായില്ല. അദ്ദേഹം ഈ യാത്രക്കിടയിൽ ഫിലിപ്പീൻസിലെ മെക്താൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ വെച്ച് അവിടെയുള്ള അവിടെയുള്ള ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ള യുദ്ധത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ക്രൂ ആണ്, അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരാണ് പിന്നീട് ആ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോ ഇത് അറിഞ്ഞിരിക്കുക, മെഗലനാണ് ഫസ്റ്റ് സർക്കം നാവിഗേഷൻ നടത്തിയത്, ലോകം ചുറ്റി സഞ്ചരിച്ചെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിലും അദ്ദേഹം ശരിക്കും ഫിലിപ്പീൻസിലെ മെക്താൻ ഐലൻഡിൽ വെച്ച് മരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികരാണ് ആ യാത്ര പൂർത്തീകരിക്കുന്നത്.
ഇനി നമ്മുടെ സാർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടന്റെ റോൾ എന്താ? നിങ്ങൾക്കറിയാം ഐസക് ന്യൂട്ടൻ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഐസക് ന്യൂട്ടൻ ആണ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്. അപ്പൊ ഐസക് ന്യൂട്ടൻ ഗ്രാവിറ്റി ഒക്കെ കണ്ടുപിടിച്ച് ഐസക് ന്യൂട്ടൻ ഗ്രാവിറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഐസക് ന്യൂട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഭൂമിയുടെ ചുറ്റും എന്താണ് ഗ്രാവിറ്റി ഒരുപോലെയല്ല. ഭൂമിക്ക് ചുറ്റിലും ഗ്രാവിറ്റി ഒരുപോലെയല്ല. ഭൂമിയിൽ എന്താണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്? അത് ആദ്യം പറയണം. അതായത് ഭൂമിയുടെ സെന്ററിലോട്ട് ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഭൂമി അതിന്റെ സെന്ററിലോട്ട് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന് മാസ്, രണ്ട് വെലോസിറ്റി. ഒന്ന് മാസ്, വെലോസിറ്റി അല്ല, ഒന്ന് മാസ്, രണ്ട് ഡിസ്റ്റൻസ്. മാസും ഡിസ്റ്റൻസും ഈ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഗ്രാവിറ്റി ഇരിക്കുന്നത്, മാസും ഡിസ്റ്റൻസും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഐസക് ന്യൂട്ടൻ ഭൂമിയിലെ ഗ്രാവിറ്റിയെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് പോളാർ റീജിയനിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലാണ്. എന്നാൽ ഇക്വറ്റോറിയൽ റീജിയനിലോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറവാണ്. എന്തുകൊണ്ടാണ് ഇക്വേറ്റർ റീജിയനിലോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുന്നത്? അതിന്റെ റീസൺ എന്ന് പറയുന്നത് എർത്തിന്റെ സെന്ററിൽ നിന്ന് ഇക്വേറ്ററിലോട്ടുള്ള ദൂരം കൂടുതലാണ്. എർത്തിന്റെ സെന്ററിൽ നിന്ന് ഇക്വേറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. ഡിസ്റ്റൻസ് കൂടുന്നതുകൊണ്ട് തന്നെ അവിടെ ഗ്രാവിറ്റി കുറവാണ്. എന്നാൽ അതേസമയം എർത്തിന്റെ സെന്ററിൽ നിന്ന് പോളാർ റീജിയനിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഗ്രാവിറ്റി കൂടും. ഈ ഗ്രാവിറ്റേഷണൽ വ്യത്യാസത്തിൽ നിന്ന് ന്യൂട്ടൺ ഒരു കൺക്ലൂഷനിൽ എത്തി. ഭൂമി സ്പെറിക്കൽ ആണ്, അത് ശരിയാണ്. പക്ഷെ ഭൂമി ഒരു കറക്റ്റ് സ്പെറിക്കൽ ബോഡി അല്ല. ഭൂമി ഒരു ഒബ്ലേറ്റ് സ്പിറോയിഡ് ആണ്. ഭൂമി ഒരു ഒബ്ലേറ്റ് സ്പിറോയിഡ് ആണ്. അതായത് നമ്മുടെ ഒരു കോഴിമുട്ടയൊക്കെ പോലെ, അതായത് സൈഡുകളിലോട്ട് ബൾജ് ഉണ്ട്, എന്ന പോളാർ റീജിയൻസിൽ ഭൂമി കംപ്രസ്ഡ് ആണ്. അപ്പോൾ എർത്ത് ഈസ് കംപ്രസ്ഡ് അറ്റ് ദി പോളാർ റീജിയൻ ആൻഡ് ബൾജ്ഡ് അറ്റ് ദി ഇക്വേറ്റർ. അപ്പോൾ എർത്ത് ഒരു കംപ്ലീറ്റ് സ്പിറോയിഡ് അല്ല, എർത്ത് ഒരു ഒബ്ലേറ്റ് സ്പിറോയിഡ് ആണ്. പോളാർ റീജിയൻസിൽ അത് കംപ്രസ് ചെയ്തിരിക്കുന്നു, ഇക്വറ്റോറിയൽ റീജിയനിൽ ബൾജ് ചെയ്തിരിക്കുന്നു. ഇതാണ് സർ ഐസക് ന്യൂട്ടൻ പറഞ്ഞത്. അപ്പോ ഭൂമിയുടെ ഷേപ്പ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെറിക്കൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഭൂമിയുടെ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ജിയോയിഡ്. ഭൂമിയുടെ ഷേപ്പ് അറിയപ്പെടുന്നത് ജിയോയിഡ് എന്നാണ്. എന്താണ് ജിയോയിഡ് എന്ന പദത്തിന് അർത്ഥം? ജിയോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എർത്ത് എന്നാണ്. ഓയിഡ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു ഷേപ്പ് ആയിരിക്കും ഓയിഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ക്യൂബോയിഡ്, ക്യൂബോയിഡ് എന്നാ പറയുക അല്ലെ. സ്പെറോയിഡ് അതൊരു ഷേപ്പാണ്. അപ്പൊ ഷേപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓയിഡ് എന്ന പദം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓയിഡ് എന്ന പദം ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവാണ് സെലഷ്യൽ ബോഡീസ്. നമ്മൾ സെലഷ്യൽ ബോഡീസിനെ കാണിക്കാനായിട്ട് ഓയിഡ് ഉപയോഗിക്കുന്നുണ്ട്. സെലഷ്യൽ ബോഡീസ് എന്ന് പറയുമ്പോൾ മീറ്റിറോയിഡ്, ആസ്റ്ററോയിഡ് പോലുള്ള വസ്തുക്കൾ. അപ്പൊ അവിടെയും നമ്മൾ ഓയിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആരുടെയോ മൈക്ക് ഓൺ ആണ്, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പോൾ ജിയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ലൈക്ക് ഷേപ്പ് എന്നാണ് അർത്ഥം. അപ്പോ ജിയോയിഡ് എന്ന് പറയുമ്പോൾ എർത്ത് ലൈക്ക് ഷേപ്പ് എന്നാണ് അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് യുണീക്ക് ആണ് എന്നതാണ് കാണിക്കുന്നത്. എർത്തിന്റെ ഷേപ്പ് യുണീക്ക് ആണ്. അപ്പൊ എർത്തിന്റെ ഷേപ്പ് എന്താണ്? നമ്മൾ പറഞ്ഞ ഒരു ഒബ്ലേറ്റ് സ്പിറോയിഡ് ആണ്. അതായത് ഇറ്റ് ഈസ് ഫ്ലാറ്റൻഡ് അറ്റ് ദി പോൾസ് ആൻഡ് ബൾജസ് അറ്റ് ദി ഇക്വേറ്റർ. അപ്പോ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് പോളാർ റീജിയനിൽ ഫ്ലാറ്റൻഡ് ആണ്, എന്നാൽ ഇക്വറ്റോറിയൽ റീജിയനിൽ ബൾജ്ഡ് ആണ്. ഇതാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നത്. ഇത് തന്നെയാണ് ജിയോയിഡ്. പക്ഷെ ജിയോയിഡിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. സാധാരണ നിങ്ങൾ ഒരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ ആ സ്പിയറിന്റെ സർഫസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും. നമ്മൾ ഒരു സ്പിയർ എടുത്തിട്ട് സ്പിയറിന്റെ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ അത് സ്മൂത്ത് ആയിരിക്കും. പക്ഷെ ഭൂമി അങ്ങനെയല്ല. ഭൂമിയുടെ സർഫസ് സ്മൂത്ത് അല്ല. നിങ്ങൾക്കറിയാം ഭൂമിയുടെ സർഫസിൽ മൗണ്ടൻസ് ഉണ്ട്, പ്ലേറ്റ്യൂസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്. അപ്പൊ ഭൂമിയുടെ സർഫസ് അൺഈവൻ ആണ്. ഇതിനെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ സർഫസ് അൺഈവൻ ആണ്, അവിടെ മൗണ്ടൻസ്, പ്ലെയിൻസ്, പ്ലേറ്റ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ അൺഈവൻ സർഫസും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ജിയോയിഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഭൂമിയുടെ ഷേപ്പ് എന്താണ് എന്ന് നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു. ഇനി അടുത്ത ഒരു സംഭവമാണ് എവിഡൻസ് ഫോർ എർത്ത് സ്പെറിസിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഗ്രീക്കുകാരടക്കമുള്ള പണ്ടത്തെ ജനത വിശ്വസിച്ചിരുന്നത് ഭൂമി ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് എന്നാണ്. പിന്നീട് നമ്മുടെ തെയിൽസ് ആണ് പറയുന്നത് ഭൂമി സ്ഫെറിക്കൽ ആണ് എന്നും, അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ആര്യഭട്ട ഭൂമി സ്ഫെറിക്കൽ ആണ്, അതേസമയം ഭൂമി അതിന്റെ അച്ചുതണ്ടിലൂടെ കറങ്ങുന്നു എന്നും പറയുന്നു. മെഗലൻ യാത്ര വഴി അത് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഭൂമിയുടെ സ്പെറിസിറ്റിക്ക് എവിഡൻസസ് എന്തൊക്കെയാണ്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, എവിഡൻസ് ഫോർ എർത്ത് സ്പെറിസിറ്റി. എർത്തിന്റെ സ്പെറിസിറ്റിക്ക് എവിഡൻസസ് എന്തൊക്കെയാണ്? എർത്തിന്റെ സ്പെറിസിറ്റിക്ക് ഫസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് സർക്കംനാവിഗേഷൻ ഓഫ് എർത്ത് ആണ്. അതായത് ഭൂമിയെ ചുറ്റി സഞ്ചരിക്കാനായി നമുക്ക് സാധിക്കുന്നു. നമ്മൾ ഭൂമി ചുറ്റി സഞ്ചരിക്കുമ്പോൾ നമ്മൾ എവിടെയാണോ നമ്മുടെ യാത്ര തുടങ്ങിയത് അവിടെ തന്നെ നമുക്ക് ആ യാത്ര അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അഭിലാഷ് ടോമി എന്ന നാവിഗേറ്ററുടെ ഒരു വാർത്തയൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങിയതും ചുറ്റി സഞ്ചരിച്ച് തിരിച്ചെത്തിയതുമായ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു നാവികന് തുടങ്ങിയോട് തന്നെ തിരിച്ചെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭൂമി സ്പെറിക്കൽ ആയിരിക്കും. രണ്ടാമത്തെ എവിഡൻസ് ആണ് സർക്കുലാർ ഹൊറൈസോൺ. എന്താണ് സർക്കുലാർ ഹൊറൈസോൺ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പച്ച മലയാളത്തിൽ പറഞ്ഞ ചക്രവാളം എന്ന് പറയുന്ന സാധനം. നമ്മുടെ കവികളും എഴുത്തുകാരൊക്കെ ചക്രവാളം എന്ന് പറയാറുണ്ട്. അതാണ് സർക്കുലാർ ഹൊറൈസോൺ എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആകാശത്തൂടെ ജെറ്റ് പോകുന്ന കണ്ടിട്ടുണ്ടോ? ജെറ്റ് പോയി കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ജെറ്റിന്റെ ട്രെയിൽസ് ആകാശത്ത് വിസിബിൾ ആവും. ഈ ജെറ്റിന്റെ ട്രെയിൽസ് ഇങ്ങനെ നേരെ ആയിരിക്കില്ല ഇരിക്കുന്നത്. നിങ്ങൾ ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജെറ്റ് പോയേക്കുന്ന ഭാഗത്ത് ജെറ്റിന്റെ ട്രെയിൽസ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതായിട്ടായിരിക്കും കാണുന്നത്. എന്തുകൊണ്ടാണ് അത് വളഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത്? എന്തുകൊണ്ടാണ് ആ ട്രെയിൽസ് വളഞ്ഞിരിക്കുന്നത്? അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഭൂമി ഉരുണ്ടതാണ് അറ്റ്മോസ്ഫിയറും അതുകൊണ്ട് തന്നെ അങ്ങനെ കർവേച്ചറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കളും ഭൂമി ഉരുണ്ടതായതുകൊണ്ട് തന്നെ ആ കർവേച്ചർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ജെറ്റിന്റെ മൂവ്മെന്റ് നമ്മുടെ സർക്കുലാർ ഹൊറൈസോണിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി ജെറ്റ് കാണാത്തവർക്ക് വേണ്ടി മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ വൈകുന്നേരങ്ങളിൽ കടലിന്റെ അടുത്ത് പോയിരിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് കടലിന്റെ അടുത്ത് പോയിരിക്കുന്നത്? വൈകുന്നേരങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്ന കാണാനാണ്. അപ്പോൾ ഇത് ഭൂമിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് ഭൂമിയാണെങ്കിൽ നിങ്ങൾ ഒരു കടലോരത്ത് പോയി നിൽക്കുമ്പോൾ, ഒരു കടലിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ സൂര്യൻ അസ്തമിക്കുന്ന കാണും. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ സൂര്യൻ നിൽക്കുന്നത് കുറച്ച് മുകളിലായിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ സൂര്യൻ ഒരു സർക്കുലാർ പാത്തിൽ സഞ്ചരിച്ച് ഫൈനലി ആ കടലിൽ മുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് സൂര്യന്റെ ഈ മൂവ്മെന്റ് നിങ്ങൾക്ക് ഒരു കർവേച്ചർ അല്ലെങ്കിൽ ഒരു വളവോടുകൂടി കാണാൻ കഴിയുന്നത്? അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഭൂമി ഉരുണ്ടതായത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് സർക്കുലാർ ഹൊറൈസോണിന് രണ്ട് എക്സാമ്പിൾ. ഒന്ന് ജെറ്റിന്റെ ട്രെയിൽസും, രണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ കർവേച്ചർ പാത്തും. മൂന്നാമത്തേതാണ് ഷിപ്സ് വിസിബിലിറ്റി. എന്താണ് ഷിപ്സ് വിസിബിലിറ്റി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ ബീച്ചിലൊക്കെ ചെന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ അകലെ നിന്ന് ഷിപ്പുകൾ വരുന്ന കാണാറുണ്ടാവും. അപ്പോൾ ഒരു ഷിപ്പ്, ഇതൊരു ഷിപ്പാണ് എന്ന് കൺസിഡർ ചെയ്യുക. ഷിപ്പിന്റെ മുകൾ ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് മാസ്റ്റ് എന്നാണ്, താഴ്ഭാഗത്തെ നമ്മൾ ഹള്ള് എന്നാണ് വിളിക്കുക. അപ്പോൾ അകലെ നിന്ന് വരുന്ന ഒരു ഷിപ്പ് നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കാണുന്നത് ആ ഷിപ്പിന്റെ മാസ്റ്റ് ആയിരിക്കും. ഒരു ഷിപ്പ് ഒരുപാട് അകലെ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വിസിബിൾ ആവുക ആ ഷിപ്പിന്റെ മാസ്റ്റ് പോർഷൻ ആയിരിക്കും. ഇനി ഷിപ്പ് നിങ്ങളിലോട്ട് അടുക്കും തോറും നിങ്ങൾക്ക് അതിന്റെ ഹള്ള് വിസിബിൾ ആവാൻ തുടങ്ങും. ഹള്ള് എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലല്ല, ആ ഷിപ്പ് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണ് കാണിക്കുന്നത്? അത് കാണിക്കുന്നത് ഭൂമി കർവ്ഡ് ആണ്, അല്ലെങ്കിൽ ഭൂമി ഒരു സ്പെറിക്കൽ ബോഡി ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അകലെ നിന്ന് അല്ലെങ്കിൽ ബീച്ചിൽ നിന്ന് കടലിന്റെ ഒരറ്റത്തു നിന്ന് വരുന്ന ഷിപ്പിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ ആ ഷിപ്പിന്റെ മുകൾ ഭാഗം മാത്രമായിരിക്കും നമുക്ക് വിസിബിൾ ആവുക. ഷിപ്പ് നമ്മളോട് അടുക്കുമ്പോഴാണ് നമുക്ക് ഷിപ്പിന്റെ അടിത്തട്ട് വിസിബിൾ ആവുക. അപ്പൊ അത് കാണിക്കുന്നത് ഭൂമി ഉരുണ്ടതാണ് എന്നതാണ്, അല്ലെങ്കിൽ ഭൂമി സ്പെറിക്കൽ ആണ് എന്നതാണ് അത് കാണിക്കുന്നത്. അടുത്താണ് സൺറൈസും സൺസെറ്റും. അപ്പോൾ സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് രാവും പകലും ഉണ്ടാവുന്നുണ്ട്.
രാവും പകലും ഉണ്ടാവുന്നത് ഭൂമി സ്പെറിക്കൽ ആയതുകൊണ്ട് മാത്രമല്ല, ഭൂമി സ്പെറിക്കൽ ആയതുകൊണ്ടും ഭൂമി റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് രാവും പകലും ഉണ്ടാവുന്നത്. ഭൂമി സ്പെറിക്കൽ ആയതുകൊണ്ടും ഭൂമി റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സൺറൈസും സൺസെറ്റും അനുഭവപ്പെടുന്നത്. ഇപ്പൊ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, ക്യൂബ് ആണെങ്കിലും അവിടെ ആ ക്യൂബ് കറങ്ങുന്നുണ്ടെങ്കിൽ സൺറൈസും സൺസെറ്റും വന്നൂടെ? വരും. പക്ഷെ ഒരു ക്യൂബ് കറങ്ങുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സൺറൈസും സൺസെറ്റും എന്ന് പറയുന്നത് ഒരിക്കലും ഈക്വൽ ആയി ലഭിക്കില്ല. പക്ഷെ ഒരു സ്പിറിക്കൽ ബോഡിയാണ് കറങ്ങുന്നതെങ്കിൽ വർഷത്തിൽ 2 തവണയെങ്കിലും ആ സ്പെറിക്കൽ ബോഡിക്ക് ഉള്ളില് ഈക്വൽ ഡേയും അതുപോലെ തന്നെ ഈക്വൽ നൈറ്റും അനുഭവപ്പെടാം. അപ്പോൾ ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റും അനുഭവപ്പെടണമെങ്കിൽ ആ ബോഡി ഒരു സ്പെറിക്കൽ ബോഡി ആയിരിക്കണം. നമുക്കറിയാം, ഭൂമി കറങ്ങുമ്പോൾ അല്ല ഭൂമി പരിക്രമണം ചെയ്യുമ്പോൾ 2 സീസണിൽ നമുക്ക് ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റും കിട്ടുന്നുണ്ട്, സ്പ്രിങ്ങിലും ഓട്ടത്തിലും. സീസണിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദമായിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക, ഭൂമി സ്പെറിക്കൽ ആയതുകൊണ്ടും ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നതും കൂടെ കൊണ്ടാണ് സൺറൈസും സൺസെറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ ആണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചന്ദ്രഗ്രഹണം എന്നാണ്. ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് ഭൂമിയുടെ സ്പെറിസിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആവുന്നത്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് നമ്മുടെ എർത്ത് ആണ് എന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ സൺ ആണ് എന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ മൂൺ ആണ് എന്ന് വിചാരിക്കുക. നമുക്കറിയാം എർത്തിന് ചുറ്റും മൂൺ എന്ത് ചെയ്യുന്നുണ്ട്? മൂൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എർത്തിന് ചുറ്റും മൂൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, മൂണിന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. പിന്നെ നമുക്ക് എങ്ങനെയാണ് മൂൺ ലൈറ്റ് വിസിബിൾ ആവുക? മൂൺ ലൈറ്റ് വിസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ പ്രകാശം മൂണിൽ പതിക്കുമ്പോഴാണ് മൂണില് ലൈറ്റ് കാണുന്നത്. അതായത് മൂൺ ലൈറ്റ് എന്ന് പറയുന്നത് സോളാർ റേഡിയേഷൻസിന്റെ റിഫ്ലക്ഷൻ ആണ്. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സണ്ണും മൂണും എർത്തും, സണ്ണും മൂണും എർത്തും ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത്, അതായത് മൂൺ ഇവിടെ, സൺ ഇവിടെ, സണ്ണിനും മൂണിനും ഇടയിലായി എർത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സൺറൈസിനെ എർത്ത് ബ്ലോക്ക് ചെയ്യും. സൺറൈസിനെ എർത്ത് ബ്ലോക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും മൂണിന് മുകളിൽ എർത്തിന്റെ ഷാഡോ കാസ്റ്റ് ചെയ്യപ്പെടും. മൂണിന് മുകളിൽ എർത്തിന്റെ ഷാഡോ കാസ്റ്റ് ചെയ്യപ്പെടും. അപ്പോ മൂണിന് മുകളിൽ എർത്തിന്റെ ഷാഡോ കാസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും മൂണിനെ കാണുന്നത് ഒരു തേങ്ങാപ്പൂട് പോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ ചന്ദ്രഗ്രഹണ സമയത്ത് കംപ്ലീറ്റ്ലി മൂണിനെ കാണാതെ ആവുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് സണ്ണിനും മൂണിനും ഇടയിൽ എർത്ത് വരുന്നത് കൊണ്ടാണ്. എർത്തിന്റെ ഷാഡോ അവിടെ കാസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തനുഭവപ്പെടുന്നത്? നമുക്ക് ഈ മൂണിന്റെ ഷേപ്പ് മാറുന്നതായിട്ട് തോന്നുന്നത്. അപ്പോ ഇവിടെ വരുന്ന എർത്തിന്റെ ഷാഡോ എന്ന് പറയുന്നത് ഒരു സർക്കുലാർ ഷാഡോയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾ ഇവിടെ കാണുന്ന എർത്തിന്റെ ഷാഡോ എന്ന് പറയുന്നത് ഒരു സർക്കുലാർ ഷാഡോയാണ്. എങ്ങനെയുള്ള ഒബ്ജക്റ്റ് ആണ് സർക്കുലാർ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത്? സ്പെറിക്കൽ ഒബ്ജക്ട്സ് ആയിരിക്കും സർക്കുലാർ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്പെറിക്കൽ ഒബ്ജക്ട്സ് ആയിരിക്കും സർക്കുലാർ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ലൂണാർ എക്ലിപ്സിന്റെ സമയത്ത് ചന്ദ്രനിൽ പതിക്കുന്ന നിഴല് ഭൂമിയുടെയാണ്. ആ നിഴല് നമ്മൾ സർക്കുലാർ പാറ്റേണിലാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ എർത്ത് എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ബോഡി ആയിരിക്കും. അടുത്തതാണ് ഓൾ പ്ലാനറ്ററി ബോഡീസ് ആർ സ്പെറിക്കൽ. അതാണ് 6ാമത്തെ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓൾ പ്ലാനറ്ററി ബോഡീസ് ആർ സ്പെറിക്കൽ. ഓൾ പ്ലാനറ്ററി ബോഡീസ് ആർ സ്പെറിക്കൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ മനുഷ്യന്മാരെ എല്ലാവരും എടുത്തു നോക്കുക. മനുഷ്യന്മാരെ എല്ലാവരും എടുത്തു നോക്കിയാൽ മനുഷ്യന്മാരുടെ എല്ലാം ഘടന ഒരുപോലെയാണ്. ഷേപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ച ഘടന. അതായത് നമുക്ക് 2 കൈ, 2 കാല്, 2 കണ്ണ്, ഒരു മൂക്ക്, ചുണ്ട്, ഇതിന്റെ ഒരു ഘടന ഒരുപോലെയാണ്. എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ ഒരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ലയൺസിനെ എടുത്തു നോക്കാം, സിംഹങ്ങളെ. എല്ലാ സിംഹങ്ങളുടെയും ഘടന ഒരുപോലെയാണ്, ഷേപ്പ് അത് ഒരുപോലെയാണ്. നമ്മൾ നോക്കിയാൽ ക്യാറ്റ്സ് എല്ലാവരും ഒരുപോലെ. അപ്പോ അങ്ങനെയെങ്കിൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ജുപ്പിറ്റർ, മാർസ് പോലെയുള്ള പ്ലാനറ്റ്സിനെ കാണുന്നുണ്ട്. ഈ ജുപ്പിറ്റർ, മാർസ് പോലെയുള്ള പ്ലാനറ്റ്സ് ഒക്കെ ഉരുണ്ടതായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നതെങ്കിൽ തീർച്ചയായും അതിനുള്ളിൽ വരുന്ന ഒരു പ്ലാനറ്റ് ആയ ഭൂമിയും സ്പെറിക്കൽ ആയിരിക്കും. അതാണ് നമ്മുടെ 6ാമത്തെ എവിഡൻസ്.
എട്ടാമത്തെ എവിഡൻസ് പറഞ്ഞിട്ട് ഞാൻ ഏഴാമത്തേലോട്ട് വരാം. എട്ടാമത്തെ എവിഡൻസ് ആണ് ഏരിയൽ ഫോട്ടോഗ്രാഫ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാസ, ISRO പോലെയുള്ള ഓർഗനൈസേഷൻസ് പുറത്തുവിടുന്ന ബഹിരാകാശ ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിൽ ഭൂമിയെ കാണുന്നത് ഒരു നീല കളറിലെ ഗോളമായിട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ളത് കൊണ്ടാണ് നീല കളറിലെ ഗ്രഹമായിട്ട് നമുക്ക് ഭൂമിയെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏരിയൽ ഫോട്ടോഗ്രാഫിലും ഭൂമി സ്പെറിക്കൽ ആണ്. ഇനി ഏഴാമത്തെ എവിഡൻസ് ആണ് ഡ്രൈവിംഗ് പോൾസ് ഓൺ ലെവൽ ഗ്രൗണ്ട് ഓൺ എ കർവ്ഡ് സർഫസ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾ ഒരു കാര്യം ഓർത്തു നോക്കുക. നമ്മൾ ഒരു ലെവൽ സർഫസ് എടുക്കുക. ലെവൽ സർഫസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 19 കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിനുള്ളിൽ ഒരേ ഉയരത്തിൽ വരുന്ന 3 വുഡൻ റോഡുകൾ സെറ്റ് ചെയ്യുക. ഒരു 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ ഡിസ്റ്റൻസിൽ വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. അതായത് ഒരു ലെവൽ ഗ്രൗണ്ട് എടുക്കുക. ആ ലെവൽ ഗ്രൗണ്ടിൽ 5-10 കിലോമീറ്റർ അകലെയായിട്ട് നമ്മൾ ഒരേ ഉയരത്തിലുള്ള 3 വുഡൻ പോൾസ് വെക്കുക. ഈ 3 വുഡൻ പോൾസിനും ഒരേ ഉയരമാണ്. പക്ഷെ നമ്മൾ അകലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ നടുവിലുള്ള പോളിന് കുറച്ച് ഉയരം കൂടുതലുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്? ശരിക്കും നടുവിലുള്ള പോളിന് ഉയരം കൂടുതലൊന്നുമില്ല. ഈ 3 പേർക്കും ഉയരം ഒരുപോലെയാണ്. പിന്നെ എങ്ങനെയാണ് നടുവിലത്തെ പോളിന് ഉയരം കൂടുതലുള്ളതായിട്ട് തോന്നുന്നത്? അതിന് കാരണം എന്ന് പറയുന്നത് ഭൂമി ഉരുണ്ടതാണ്. നമുക്ക് നോക്കുമ്പോൾ ഭൂമി നേരെ ഇരിക്കുന്നതായിട്ട് തോന്നിയാലും ഭൂമി ശരിക്കും എന്താണ്? ഉരുണ്ടതാണ്. ഭൂമി ഉരുണ്ടതാണ് എന്നുണ്ടെങ്കിൽ നടുക്കിരിക്കുന്ന ഈ നടുക്കിരിക്കുന്ന വുഡൻ പോള് കുറച്ച് പൊങ്ങിയായിരിക്കും ഇരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് നടുക്കിരിക്കുന്ന വുഡൻ പോളിന് ഉയരമുള്ളതായിട്ട് തോന്നുന്നത്. ഇതാണ് ഡ്രൈവിംഗ് പോൾ ഓൺ ലെവൽ ഗ്രൗണ്ട് ഓൺ എ കർവ്ഡ് സർഫസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഭൂമിയുടെ സ്പെറിക്കൽ ഷേപ്പിന് എവിഡൻസസ്. അപ്പോൾ എന്തൊക്കെ എവിഡൻസുകളാണ് ഭൂമി സ്പെറിക്കൽ ആണ് എന്നതിന് ഉള്ളത്? ഒന്ന്, സർക്കംനാവിഗേഷൻ. 2, സർക്കുലാർ ഹൊറൈസോൺ. നമ്മൾ സർക്കുലാർ ഹൊറൈസോണിന് ഉദാഹരണം പറഞ്ഞു. ജെറ്റ് മൂവ് ചെയ്യുമ്പോൾ ജെറ്റിന്റെ ട്രെയിൽസ് ഒരു കർവേച്ചർ പാത്തിൽ കാണുന്നു. ദെൻ നമ്മൾ പറഞ്ഞു സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യൻ കടലിൽ മുങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഒരു കർവേച്ചർ പാത്തിലൂടെ മൂവ് ചെയ്തുകൊണ്ടാണ്. ഷിപ്പ് വിസിബിലിറ്റി. നമ്മൾ ഒരു കടൽ തീരത്ത് ചെന്നിരുന്ന് അകലെ നിന്ന് വരുന്ന ഒരു ഷിപ്പിനെ നിരീക്ഷിച്ചാൽ നമുക്ക് ഷിപ്പിന്റെ മുകൾ തട്ടായിരിക്കും ആദ്യം വിസിബിൾ ആകുക. പോകെ പോകെ ഷിപ്പ് നമ്മളോട് അപ്രോച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഷിപ്പിന്റെ അടിത്തട്ട് വിസിബിൾ ആവുക. ദെൻ സൺറൈസ് ആൻഡ് സൺസെറ്റ്. അതിൽ ഞാൻ പറഞ്ഞു സൺറൈസ് സൺസെറ്റ് എന്ന് പറയുമ്പോൾ സൺസെറ്റും ഉണ്ടാവുന്നത് ഭൂമി സ്പെറിക്കൽ ആയതുകൊണ്ട് മാത്രമല്ല, ഭൂമി റൊട്ടേറ്റ് കൂടെ ചെയ്യുന്നതുകൊണ്ടാണ്. 2, ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം. ചന്ദ്രഗ്രഹണത്തിൽ ചന്ദ്രനിൽ വരുന്ന നിഴൽ എന്ന് പറയുന്നത് ഭൂമിയുടേതാണ്. ആ നിഴല് നമ്മൾ സർക്കുലാർ രീതിയിലാണ് കാണുന്നത്, ഒരു വൃത്താകൃതിയിലാണ് കാണുന്നത്. അത് കാണിക്കുന്നത് ഭൂമി സ്പെറിക്കൽ ആണ് എന്നതാണ്. ദെൻ നമ്മൾ പറഞ്ഞു നമ്മൾ ഭൂമിയിൽ നിന്ന് ടെലസ്കോപ്പ് വഴി ബാക്കി ഗ്രഹങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ജുപ്പിറ്റർ, മാർസ് പോലെയുള്ള ഗ്രഹങ്ങൾ സ്പെറിക്കൽ ബോഡി ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഭൂമി സ്പെറിക്കൽ ആയിരിക്കും. കാരണം ഭൂമിയും ഒരു പ്ലാനറ്റ് ആണ്. ISRO, നാസോ പോലെയുള്ള ഓർഗനൈസേഷൻസ് എടുക്കുന്ന പിക്ചേഴ്സിൽ ഭൂമിയെ നമ്മൾ കാണുന്നത് ഒരു നീല സ്പിയറിന്റെ രൂപത്തിലാണ്. അപ്പൊ ഭൂമി സ്പെറിക്കൽ ആണ് എന്നുള്ളതിന് ഒരു ഡിജിറ്റൽ എവിഡൻസ് ആണ് അത്. ഫൈനലി നമ്മൾ പറഞ്ഞു ഡ്രൈവിംഗ് പോൾ ഓൺ ലെവൽ ഗ്രൗണ്ട് ഓൺ എ കർവ്ഡ് സർഫസ്. ഒരേ ഉയരത്തിലുള്ള 3 വടികൾ ഒരു നിശ്ചിത അകലത്തില് ഒരു സമതലത്തിൽ സ്ഥാപിക്കുകയാണെങ്കിൽ കുറച്ച് അകലെ നിന്ന് നമ്മൾ അതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നടുവിലുള്ള ആൾക്ക് ഉയരം കൂടുതലുള്ളതായിട്ട് തോന്നും. അതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് അത് പ്ലെയിൻ സർഫസ് ആയിട്ട് തോന്നിയാലും അവിടെ ഒരു കർവേച്ചർ ഉണ്ട്. ഭൂമിയുടെ സർഫസ് കർവ്ഡ് ആണ്. സ്വാഭാവികമായിട്ടും നടുക്ക് വരുന്ന വുഡൻ പോളിന് ഹൈറ്റ് കൂടുതലുള്ളതായിട്ട് തോന്നും. നിങ്ങൾക്ക് ഈ പ്രതിഭാസം വളരെ നന്നായി കാണാൻ പറ്റുന്നത് നിങ്ങൾ കോയമ്പത്തൂർ റൂട്ട് അല്ലെങ്കിൽ ബാംഗ്ലൂർ ഹൈവേ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെച്ച് ഓഫ് റോഡ് നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ റോട്ടില് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും വഴിവിളക്കുകൾ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് തോന്നും. ശരിക്കും വഴിവിളക്കുകൾ അങ്ങനെ സ്ഥാപിക്കപ്പെട്ടേക്കുന്നതല്ല. സ്ട്രീറ്റ് ലൈറ്റ്സ് ശരിക്കും സ്ട്രീറ്റ് ലൈറ്റ്സ് അങ്ങനെ സ്ഥാപിച്ചേക്കുന്നതല്ല. എല്ലാ സ്ട്രീറ്റ് ലൈറ്റും ഒരേ ഹൈറ്റിൽ സ്ഥാപിച്ചേക്കുന്ന. പക്ഷെ നമ്മൾ അകലേന്ന് ഒരു വണ്ടിയിൽ വരുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതായിട്ട്.
കാരണം ഭൂമി ഉരുണ്ടതായതുകൊണ്ട്. അതുകൊണ്ടാണ് ഡ്രൈവിംഗ് പോൾസ് ഓൺ ലെവൽ ഗ്രൗണ്ട് എന്നവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 8 എവിഡൻസുകളാണ് ഭൂമിയുടെ സ്പെറിസിറ്റിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ്. ശരിക്കും ഈ ഒരു കൺസെപ്റ്റ് പണ്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരു PSC എക്സാമില് ജിയോഡസി എന്താണ് എന്ന് PSC ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈവൻ UPSCക്ക് പോലും നമുക്ക് പഠിക്കാനില്ലാത്ത ഒരു സാധനമാണ് ജിയോഡസി. പക്ഷെ PSC അത് ചോദിച്ച സ്ഥിതിക്ക് വരാൻ പോകുന്ന KS എക്സാമിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് ജിയോഡസി, എന്താണ് ജിയോഡസി. അപ്പൊ ജിയോഡസി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ science of accurately measuring and understanding 3 fundamental properties of earth. അതായത് എർത്തിന്റെ 3 ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ആക്യുറേറ്റ്ലി മെഷർ ചെയ്യുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്ന പഠനമാണ് ജിയോഡസി. അപ്പൊ അറിഞ്ഞിരിക്കുക, ഭൂമിയുടെ ചില പ്രോപ്പർട്ടീസ്, 3 പ്രോപ്പർട്ടികളെ കുറിച്ച് ആക്യുറേറ്റ്ലി മെഷർ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡസി. അപ്പൊ ഈ ജിയോഡസിയിൽ പറയുന്ന 3 ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, എന്താണ് ജിയോഡസി എന്ന് കഴിഞ്ഞ PSC എക്സാമിന് ചോദിച്ചത് കൊണ്ട്, ഡിഗ്രി തല PSC എക്സാമിന് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് KS ചോദിക്കുക ഇങ്ങനെയായിരിക്കും, ഏതൊക്കെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ജിയോഡസിയിൽ അളക്കുന്നത്. ജിയോഡസിയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് അളക്കുന്നത്. ഒന്ന് ജിയോമെട്രിക് ഷേപ്പ് ഓഫ് എർത്ത്, 2 ഓറിയന്റേഷൻ ഇൻ സ്പേസ്. ജിയോമെട്രിക് ഷേപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എന്താണ് ഭൂമിയുടെ ഷേപ്പ്. ഓറിയന്റേഷൻ ഇൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഭൂമി നേരെയാണോ ചരിഞ്ഞാണോ ഇരിക്കുന്നത്, സ്പേസിൽ ഭൂമി എങ്ങനെ ഇരിക്കുന്നു, അതാണ് ഓറിയന്റേഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പേസിൽ, ശൂന്യാകാശത്ത് എങ്ങനെയാണ് നമ്മുടെ ഭൂമി ഇരിക്കുന്നത്, അതാണ് ഓറിയന്റേഷൻ ഇൻ സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചരിഞ്ഞാണോ നേരെയാണോ ഇരിക്കുന്നത്. ദെൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് ജിയോഡസിയിൽ പഠിക്കുക. ജിയോമെട്രിക് ഷേപ്പ്, അതുപോലെ തന്നെ ഓറിയന്റേഷൻ ഇൻ സ്പേസ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഈ 3 കാര്യങ്ങളും അതിലുണ്ടാവുന്ന ചേഞ്ചസുമാണ് ജിയോഡസിയിൽ പഠിക്കുക. അപ്പൊ ഇത് പഠിച്ചു വെച്ചോ, വേറൊരു സ്ഥലത്തും ഈ സാധനത്തിനെ കുറിച്ച് കൊടുത്തിട്ടില്ല. പക്ഷെ ഇതൊരു കമ്മിങ് PSC ആൻഡ് KS പരീക്ഷകളിലെ ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ എന്റെ ചോദ്യം, എന്താണ് ആക്സിസ് ഓഫ് എർത്ത്, എന്തിനെയാണ് ആക്സിസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ആൻസർ പറയാവോ, എന്താണ് ആക്സിസ് ഓഫ് എർത്ത് എന്നുള്ളത്? നിങ്ങൾക്ക് എന്താ മറുപടി പറയണം എന്നുള്ളവർക്ക് ഞാനിവിടെ ചാറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ മറുപടി പറയാവുന്നതാണ്. എന്താണ് ആക്സിസ് ഓഫ് എർത്ത്? ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യുക. ആക്സിസ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പിള്ളേരുടെയും മനസ്സിൽ വരുന്നത് ആൻ ഇമാജിനറി ലൈൻ ദാറ്റ് കണക്ടിങ് 2 പോൾസ് എന്നായിരിക്കും. കുറെ പേര് മനസ്സിൽ വിചാരിക്കുക ഒരു ഇമാജിനറി ലൈൻ അത് ഭൂമിയുടെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തമ്മിൽ കൂട്ടി വരയ്ക്കുന്നു. ഇതാണ് ഭൂരിഭാഗം കുട്ടികളുടെയും മറുപടി ഞാൻ ക്ലാസ്സിൽ കേട്ടിരിക്കുന്നത്. പക്ഷെ ഇതല്ല ആക്സിസ് എന്ന് പറയുന്നത്. ആക്സിസ് എന്ന് പറയുന്നത് എനി ഇമാജിനറി ലൈൻ ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് എർത്ത് ഈസ് നോൺ ആസ് ആക്സിസ് ഓഫ് എർത്ത്. ഏതെങ്കിലും ഒരു ഇമാജിനറി ലൈൻ അത് എർത്തിന്റെ സെന്ററിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ ആക്സിസ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് എർത്തിന്റെ സെന്റർ ആണെങ്കിൽ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇത് എർത്തിന്റെ ആക്സിസ് ആണ്. ഇനി ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചരിച്ചൊരു വര വരച്ചു കഴിഞ്ഞാൽ ഇതും എർത്തിന്റെ ആക്സിസ് ആണ്. ഇനി ഇങ്ങനെ നേരെ വരച്ചു കഴിഞ്ഞാൽ ഇതും എർത്തിന്റെ ആക്സിസ് ആണ്. ഇനി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതും എർത്തിന്റെ ആക്സിസ് ആണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതും എർത്തിന്റെ ആക്സിസ് ആണ്. അപ്പൊ ഭൂമിയുടെ സെന്ററിലൂടെ പോകുന്ന ഏതൊരു ഇമാജിനറി ലൈനും എർത്തിന്റെ ആക്സിസ് ആണ്. അപ്പൊ ആക്സിസ് എന്ന് പറയുമ്പോൾ, ആക്സിസ് എന്നല്ല, ജോഗ്രഫിയിൽ എന്ത് പറഞ്ഞാലും അത് ഇമാജിനറി ലൈൻ ആണ്. നിങ്ങളോട് ജോഗ്രഫിയിൽ ഏത് ലൈനെ കുറിച്ച് ചോദിച്ചാൽ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, ടൈം ലൈൻ എന്ത് ചോദിച്ചാലും എന്ത് പറയണം, ഇമാജിനറി ലൈൻ എന്ന് പറഞ്ഞിട്ട് വേണം ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾക്കറിയാം ഇത് KS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. KS പരീക്ഷയുടെ മെയിൻസ് എന്ന് പറയുന്നത് എഴുത്ത് പരീക്ഷയാണ്. ആ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് അത് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ എന്താണ് ആക്സിസ്? ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് എർത്ത്. എർത്തിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻ ആണ് ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അപ്പൊ പിന്നെ പോൾ ടു പോൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന വര എന്താ, അത് ആക്സിസ് അല്ലേ? അതെ, അത് ആക്സിസ് ആണ്. പക്ഷെ അത് റൊട്ടേഷണൽ ആക്സിസ് ആണ്. ഇപ്പൊ ഭൂമിക്ക് പ്രധാനമായും 2 ആക്സിസുകളാണ് ഉള്ളത്. ഒന്ന് റൊട്ടേഷണൽ ആക്സിസ്,
ഒരു സംശയവും വേണ്ട, ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്സിസ് എന്ന് പറയുന്നത് റൊട്ടേഷണൽ ആക്സിസ് ആണ്. രണ്ടാമത്തെ ഭൂമിയുടെ പ്രധാനപ്പെട്ട ആക്സിസ് എന്ന് പറയുന്നത് ഓർബിറ്റൽ ആക്സിസ് ആണ്. അപ്പൊ ഭൂമിക്ക് ഇവിടെ രണ്ട് ആക്സിസ് ഉണ്ട്, ഓർബിറ്റൽ ആക്സിസും റൊട്ടേഷണൽ ആക്സിസും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം എന്താണ് റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി ഒരു ഗോളമാണ്, അല്ലെങ്കിൽ ഭൂമി ഒരു സ്പെറിക്കൽ ബോഡിയാണ്. ഒരു സ്പെറിക്കൽ ബോഡിക്ക് എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ബോഡിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ബോഡിക്ക് മുകളിൽ നിന്ന് താഴോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ബോഡിക്ക് സൈഡ് ടു സൈഡ് റൊട്ടേറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ബോഡിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഒരു സ്പെറിക്കൽ ബോഡിക്ക് എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. പോൾ ടു പോൾ റൊട്ടേറ്റ് ചെയ്യാം, സൈഡ് ടു സൈഡ് റൊട്ടേറ്റ് ചെയ്യാം, ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യാം, വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യാം, സ്ലാൻഡിങ് മാനറിൽ റൊട്ടേറ്റ് ചെയ്യാം. പക്ഷെ ഭൂമി കറങ്ങുന്നത് ഒരു നിശ്ചിത ചെരിവോട് കൂടിയാണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് ചെറിയൊരു ചരിവോട് കൂടിയാണ്. ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് ചെറിയൊരു ചരിവോട് കൂടിയാണ്. അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, ഭൂമിയുടെ റൊട്ടേഷണൽ പ്ലെയിൻ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലെയിൻ അത് ചരിഞ്ഞാണ് എന്ന് പറയാം. അപ്പൊ ഈ പ്ലെയിൻ എന്നൊക്കെ പറയുന്ന ഇമാജിനറി സംഭവങ്ങളാണ്. ഭൂമിയുടെ റൊട്ടേഷണൽ പ്ലെയിൻ, അതായത് ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് ചരിഞ്ഞാണ്, അങ്ങനെയെങ്കിൽ ഭൂമിയുടെ റൊട്ടേഷണൽ പ്ലെയിൻ എന്ന് പറയുന്നത് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഭൂമിയുടെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു വര, അതായത് എന്താണ് ആക്സിസ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഭൂമിയുടെ കേന്ദ്രത്തിലൂടെ അല്ലെങ്കിൽ സെന്ററിലൂടെ കടന്നു പോകുന്ന വരകളെയാണ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയുടെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈൻ, ആ ഇമാജിനറി ലൈൻ റൊട്ടേഷണൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, റൊട്ടേഷണൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, റൊട്ടേഷണൽ പ്ലെയിനിൽ നിന്ന് 90 ഡിഗ്രി ചെരിവിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറയും. എനിക്കറിയാം കുറെ പേരൊക്കെ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ജോഗ്രഫിയൊന്നും ഇതല്ല. പക്ഷെ ഈ ഒരു ലെവൽ ജോഗ്രഫി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് KS അല്ലെങ്കിൽ UPSC പോലുള്ള പരീക്ഷകൾക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് റൊട്ടേഷണൽ ആക്സിസ്? It is an imaginary line passing through the center of Earth which is perpendicular to rotational plane. Rotational plane perpendicular ആയി, ലംബമായി ഭൂമിയുടെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖ, അതാണ് റൊട്ടേഷണൽ ആക്സിസ്. റൊട്ടേഷണൽ ആക്സിസ് മീൻസ് ഇറ്റ്സ് ആൻ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് എർത്ത് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റൊട്ടേഷണൽ പ്ലെയിൻ. ഇതിനെയാണ് റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു ആക്സിസ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ ആക്സിസിനെയാണ് ഓർബിറ്റൽ ആക്സിസ് എന്ന് പറയുന്നത്. എന്താണ് ഭൂമിയെ സംബന്ധിച്ച് ഓർബിറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭൂമി സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിലൂടെ റിവല്യൂഷൻ നടത്തുന്നുണ്ട്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരിക്രമണം, അല്ലെ? റിവോൾവ് ചെയ്യുന്നുണ്ട്. റെവല്യൂഷൻ അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇപ്പൊ ഭൂമി സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ റിവോൾവ് ചെയ്യുന്നതും ഒരു ഓർബിറ്റൽ പ്ലെയിനിൽ നിന്നുകൊണ്ട, അതായത് ഇതാണ് ഓർബിറ്റൽ പ്ലെയിൻ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്റെ ഫേസ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ ഒരു യെസ് പറയാവോ കമന്റ് ബോക്സിൽ? നിങ്ങൾ പൊതുവെ കമന്റ് ബോക്സിൽ ഒന്നും പറയാറില്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എന്റെ ഫേസ് കാണുന്നുണ്ടോ പ്രോപ്പർ ആയിട്ട്? കാരണം എനിക്ക് ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാണുന്നുണ്ടെങ്കിൽ ഒരു യെസ് പറയുക. ഓക്കെ വിഷ്ണുപ്രിയ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഓർബിറ്റൽ പ്ലെയിൻ ആണ് എന്ന് വിചാരിക്കുക. എന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തു ഓർബിറ്റൽ പ്ലെയിൻ ആണ്. ഈ ഓർബിറ്റൽ പ്ലെയിന്റെ നടുക്ക് സൂര്യൻ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി ഇങ്ങനെ ഒരു പ്ലെയിനിലൂടെ, ഒരു ഓർബിറ്റിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഓർബിറ്റൽ പ്ലെയിനിലാണ് ഓർബിറ്റ് ഇരിക്കുന്നത്. ആ ഓർബിറ്റിലൂടെയാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിക്രമണം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഓർബിറ്റൽ പ്ലെയിൻ ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഈ ഓർബിറ്റൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയി ഭൂമിയുടെ സെന്ററിലോട്ട് ഒരു വര വരയ്ക്കുക. ഈ ഓർബിറ്റൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയി ഭൂമിയുടെ സെന്ററിലൂടെ ഒരു വര വരച്ചാൽ അതിനെയാണ് ഓർബിറ്റൽ ആക്സിസ് എന്ന് പറയുക. അപ്പൊ എന്താണ് ഓർബിറ്റൽ ആക്സിസ്? ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് എർത്ത് ആൻഡ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ഓർബിറ്റൽ പ്ലെയിൻ. ഓർബിറ്റൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയി ഭൂമിയുടെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുക?
ഇമാജിനറി ലൈനെയാണ് നമ്മൾ ഓർബിറ്റൽ ആക്സിസ് എന്ന് പറയുക. അതിനെയാണ് നമ്മൾ ഓർബിറ്റൽ ആക്സിസ് എന്ന് പറയുക. അപ്പോൾ ഇത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓർബിറ്റൽ ആക്സിസും റൊട്ടേഷണൽ ആക്സിസും. ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഭൂമിക്ക് എത്ര ഡിഗ്രി ടിൽറ്റ് ഉണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് റൊട്ടേഷണൽ ആക്സിസ് എന്ന് കിട്ടി, എന്താണ് ഓർബിറ്റൽ ആക്സിസ് എന്ന് കിട്ടി. റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് എർത്ത് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു റൊട്ടേഷണൽ പ്ലെയിൻ. റൊട്ടേഷണൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയി ഭൂമിയുടെ നടുവിലൂടെ പോകുന്ന രേഖയാണ് റൊട്ടേഷണൽ ആക്സിസ്. ഓർബിറ്റൽ ആക്സിസോ, it is an imaginary line passing through the center of earth which is perpendicular to orbital plane. അതിനെയാണ് ഓർബിറ്റൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിക്ക് എത്ര ഡിഗ്രി ടിൽറ്റ് ഉണ്ട്? അപ്പൊ നിങ്ങൾ കുറെ പേരുടെ ഒരു വിശ്വാസമാണ് ഭൂമിക്ക് 23.5 ഡിഗ്രി ടിൽറ്റ് ഉണ്ട്. 23.45 ഒന്നും പഠിക്കേണ്ട, UPSC PSC ബോർഡുകൾക്ക് 23.5 എന്ന കണക്കേ അറിയത്തുള്ളൂ. അപ്പൊ 23.5 ഡിഗ്രി ചരിവുണ്ട് എന്ന് നമ്മൾ പറയും. ചിലർ പറയും ഭൂമിക്ക് 66.5 ഡിഗ്രി ടിൽറ്റ് ഉണ്ട് എന്ന് പറയും. ഇതിൽ ഏതാണ് ശരി? ഒന്ന് കമന്റ് ചെയ്യാവോ? ഇതിൽ ഏതാണ് ശരി? ഭൂമിക്ക് 23.5 ഡിഗ്രി ടിൽറ്റ് ആണോ 63.5 ഡിഗ്രി ടിൽറ്റ് ആണോ ഉള്ളത്? അല്ലെങ്കിൽ ഭൂമിക്ക് ഈ രണ്ട് ടിൽറ്റും ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാവോ? ഭൂമിക്ക് 23.5 ഡിഗ്രി ടിൽറ്റ് ആണോ 66 ഡിഗ്രി ടിൽറ്റ് ആണോ, അല്ലെങ്കിൽ ഭൂമിക്ക് ഈ രണ്ട് ടിൽറ്റും ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, ആരും കമന്റ് ചെയ്യുന്നില്ല. 23.5 ഡിഗ്രി ആണോ 66.5 ഡിഗ്രി ആണോ ഭൂമിയുടെ ടിൽറ്റ്, അല്ലെങ്കിൽ ബോത്ത് ആണോ, രണ്ടും ഉണ്ടോ? ഓക്കെ, അപ്പൊ ഭൂമിക്ക് 2 ഡിഗ്രി ടിൽറ്റും ഉണ്ട്. ഭൂമിക്ക് എത്ര ടിൽറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഭൂമിക്ക് 23.5 ഡിഗ്രി ടിൽറ്റും ഉണ്ട്, 66.5 ഡിഗ്രി ടിൽറ്റും ഉണ്ട്. ആ ടിൽറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഭൂമി ഒരു എന്താ ചരിവിലൂടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഭൂമി ചെറുതായിട്ടൊന്ന് ചരിഞ്ഞാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ചരിവിനെ വെച്ചിട്ടാണ് നമ്മൾ ടിൽറ്റ് പറയുന്നത്. റൊട്ടേഷണൽ ടിൽറ്റിനെയാണ് ടിൽറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഭൂമിക്ക് 23.5 ഡിഗ്രി ടിൽറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഓർബിറ്റൽ ആക്സിസിൽ നിന്ന്, ഇതാണല്ലോ ഓർബിറ്റൽ ആക്സിസ്, ഈ സംഭവത്തിനെയാണ് നമ്മൾ ഓർബിറ്റൽ ആക്സിസ് എന്ന് വിളിച്ചത്. ഇപ്പൊ ഭൂമിക്ക് ഓർബിറ്റൽ ആക്സിസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിക്ക് 23.5 ഡിഗ്രി ടിൽറ്റ് ഉണ്ട്. ഓർബിറ്റൽ ആക്സിസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിക്ക് 23.5 ഡിഗ്രി ടിൽറ്റ് ഉണ്ട്. ഇനി നമ്മൾ താഴെ ഒരു സംഭവം വരച്ചത് ഓർക്കുന്നുണ്ടോ? ഓർബിറ്റൽ പ്ലെയിൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഭൂമി സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുന്നു. ആ ഓർബിറ്റ് ഇരിക്കുന്നത് ഒരു പ്ലെയിനിലാണ്. അതിനെ നമ്മൾ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു. ഈ ഓർബിറ്റൽ പ്ലെയിൻ ഞാനൊന്ന് കയറ്റി വരച്ചു എന്ന് വിചാരിക്കുക, നേരെ പാരലലി മുകളിൽ കൊണ്ടുപോയി വരച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർബിറ്റൽ ആക്സിസിൽ നിന്ന് ഉള്ള ഭൂമിയുടെ ചെരിവാണ് 66.5 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിക്ക് എത്ര ഡിഗ്രി ടിൽറ്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് 23.5 ഡിഗ്രി ടിൽറ്റ് ഉണ്ട് ഫ്രം ഓർബിറ്റൽ ആക്സിസ്. ഇനി ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് നോക്കിയാൽ ഭൂമിക്ക് 66 ഡിഗ്രി ടിൽറ്റ് ഉണ്ട്. അപ്പൊ ഭൂമിയുടെ ടിൽറ്റ് എത്ര എന്ന് ചോദിച്ചാൽ 23.5 ഡിഗ്രി ടിൽറ്റ് ഫ്രം ഓർബിറ്റൽ ആക്സിസ്. ഓർബിറ്റൽ ആക്സിസിൽ നിന്ന് 23.5 ഡിഗ്രി ടിൽറ്റ്. 66 ഡിഗ്രി ടിൽറ്റ് ഫ്രം ഓർബിറ്റൽ പ്ലെയിൻ. ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് നോക്കിയാൽ 66.5 ഡിഗ്രി ടിൽറ്റ്. അപ്പൊ ഇനി മറക്കരുത്, നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് ഭൂമിക്ക് എത്ര ഡിഗ്രി ടിൽറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ വ്യക്തമായി പറഞ്ഞോളുക, ഭൂമിക്ക് 23.5 ഡിഗ്രി ടിൽറ്റ് ഓർബിറ്റൽ ആക്സിസിൽ നിന്നും ഭൂമിക്ക് 66 ഡിഗ്രി ടിൽറ്റ് അല്ലെങ്കിൽ 66.5 ഡിഗ്രി ടിൽറ്റ് ഓർബിറ്റൽ പ്ലെയിനിൽ നിന്നും ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുക. അപ്പൊ ഭൂമിയുടെ ടിൽറ്റ് മനസ്സിലായോ? ടിൽറ്റ് എങ്ങനെ പറയും എന്നുള്ളത് ക്ലിയർ ആണോ? ഭൂമിയുടെ ടിൽറ്റ് എങ്ങനെ പറയും എന്നുള്ളത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആയി എന്നൊന്ന് പറയാവോ? ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മൂവ്മെന്റ്സ് ഓഫ് എർത്ത് ആണ്. എർത്തിൽ 2 തരം മൂവ്മെന്റ്സ് ആണ് വരുന്നത്. എർത്തിന്റെ 2 തരം മൂവ്മെന്റ്സ് ആണ് റൊട്ടേഷനും റെവല്യൂഷനും. എർത്ത് 2 തരത്തിലാണ് മൂവ് ചെയ്യുന്നത്. ഒന്ന് റൊട്ടേഷൻ എന്ന് പറയും, 2 ഓക്കെ angle between orbital plane and equatorial plane is 23.5 ഡിഗ്രി അല്ലേ? ഇക്വറ്റോറിയൽ പ്ലെയിനും അതുപോലെ തന്നെ ഓർബിറ്റൽ പ്ലെയിനും തമ്മിലുള്ള ആക്സിസ്, അതെ, അതും 23 ആയിട്ടാണ് വരിക. യെസ്, ഓക്കെ. ഇപ്പൊ മൂവ്മെന്റ് ഓഫ് എർത്തിൽ നമ്മൾ അത് ശരിയാണ്. ഓക്കെ,
ഇനി മൂവ്മെന്റ്സ് ഓഫ് എർത്തിൽ 2 തരം മൂവ്മെന്റ് ആണ്, റൊട്ടേഷനും റെവല്യൂഷനും. അപ്പൊ റൊട്ടേഷൻ എന്താ, റെവല്യൂഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭ്രമണം എന്ന് മലയാളത്തിൽ പറയുന്ന സംഭവമാണ് റൊട്ടേഷൻ. അപ്പൊ എന്താണ് ഭ്രമണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി അതിന്റെ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, ഭൂമി അതിന്റെ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നതാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷൻ ഓഫ് എർത്ത് അറൌണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഓക്കെ, എർത്ത് അതിന്റെ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നു, അതാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഭൂമി എവിടെ നിന്ന് എങ്ങോട്ടാ റൊട്ടേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സൗരയുദ്ധത്തിലെ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റ്സും വെസ്റ്റ് ടു ഈസ്റ്റ് ആണോ മൂവ് ചെയ്യുന്നത്? അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റ്സും വെസ്റ്റ് ടു ഈസ്റ്റ് ആണോ മൂവ് ചെയ്യുന്നത്? അല്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെ പ്ലാനറ്റ്സ് ആണ് വെസ്റ്റ് ടു ഈസ്റ്റ് മൂവ് ചെയ്യാത്തത്? ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന കാര്യമാണ്, SCERT ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ ക്വസ്റ്റ്യൻ വരാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആർക്കെങ്കിലും പറയാമോ വെസ്റ്റ് ടു ഈസ്റ്റ് അല്ലാതെ റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലാനറ്റ്സ്? ഓക്കെ, 2 പ്ലാനറ്റ്സ് ആണ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന. UV എന്ന് ഓർത്താൽ മതി. UV എന്ന് പറയുമ്പോൾ യുറാനസും വീനസും. യുറാനസും വീനസും ആക്ച്വലി വെസ്റ്റ് ടു ഈസ്റ്റ് അല്ല കറങ്ങുന്നത്. വീനസ് കറങ്ങുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. വീനസ് കറങ്ങുന്നത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ്. ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് വീനസ് കറങ്ങുന്നത്. അപ്പൊ യുറാനസ് എങ്ങനെയാണ് കറങ്ങുന്നത്? യുറാനസ് ശരിക്കും എന്താണ്, നമ്മുടെ സൂര്യന് ചുറ്റും ശയന പ്രദക്ഷിണമാണ് ചെയ്യുന്നത്. അതായത് പുള്ളി ഇങ്ങനെ വെർട്ടിക്കലി ആണ് കറങ്ങുന്നത്, പോൾ ടു പോൾ ആണ് കറങ്ങുന്നത്. വെർട്ടിക്കലി ആണ് യുറാനസ് എന്ന ഗ്രഹം കറങ്ങുന്നത്. അപ്പോ ബാക്കി എല്ലാ പ്ലാനറ്റ്സും വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് കറങ്ങുന്നത്. പക്ഷെ വീനസ് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് കറങ്ങുന്നത്. യുറാനസ് ആണെങ്കിൽ ഉരുണ്ട് മൂവ് ചെയ്യുകയാണ്. ഉരുളൻ ഗ്രഹം എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ യുറാനസിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യമാണ്, സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് എന്ന് പഠിക്കും. അപ്പൊ സാധാരണ സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്. വീനസിന്റെ കേസിൽ അപ്പൊ നേരെ തിരിച്ചായിരിക്കും. വീനസിൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറായിരിക്കും. കാരണം ആ വീനസ് കറങ്ങുന്നത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് ആയതുകൊണ്ട്. ഇനി നമ്മളോട് KS പോലുള്ള പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് പകരം ചോദിക്കുക ഇതായിരിക്കും: റൊട്ടേഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? റൊട്ടേഷൻ എന്ന പ്രക്രിയയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഭൂമി സ്പെറിക്കൽ ആയതുകൊണ്ടും ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നതും കൂടെ കൊണ്ടുമാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത്. അപ്പോ റൊട്ടേഷന്റെ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നു എന്നതാണ്. റൊട്ടേഷന്റെ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഡേ ആൻഡ് നൈറ്റ് ആണ്. രാവും പകലും ഉണ്ടാവുന്നത് റൊട്ടേഷനും കൊണ്ടാണ്. ഇനി അടുത്തതാണ് ഡൗൺ ആൻഡ് ട്വിലൈറ്റ്. ഡൗൺ ആൻഡ് ട്വിലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗും ലേറ്റ് ഈവനിങ്ങും. നമ്മൾ പ്രഭാതം, സായാഹ്നം എന്ന് പറയുന്ന സമയം. അതിന്റെ പ്രത്യേകത എന്താ? ഡൗൺ ആൻഡ് ട്വിലൈറ്റിന്റെ ടൈമിൽ നമ്മൾ ആകാശം കാണുന്നത് ഓറഞ്ച് റെഡിഷ് കളറിലാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ സമയത്ത് ഈ ആകാശം ഓറഞ്ച് റെഡിഷ് കളറിൽ കാണാനായിട്ട് സാധിക്കുന്നത്? അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഇത് ഭൂമിയാണ് എന്ന് വിചാരിക്കുക, ഇത് സൂര്യനാണ് എന്ന് വിചാരിക്കുക. ഭൂമിയിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഭൂമി കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ഥലം സൂര്യനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അത് കറങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ആ സ്ഥലം സൂര്യനോട് അടുത്തുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും ഈ സ്ഥലം സൂര്യനിൽ നിന്ന് അകലും തോറും എന്ത് സംഭവിക്കും? സൂര്യപ്രകാശത്തിൽ 7 കളറുകൾ ഉണ്ട് എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ട്. വിബ്ജിയോർ അല്ലെ? വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള കളറ് റെഡ് ആണ്. അപ്പോ ഒരു സ്ഥലം സൂര്യനിൽ നിന്ന് അകലും തോറും സൂര്യപ്രകാശത്തില് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള
കളർ, അതായത് റെഡ് കളർ ആയിരിക്കും നമുക്ക് വിസിബിൾ ആവുക. അപ്പോ ഏർലി മോർണിംഗിലും ലേറ്റ് ഈവനിങ്ങിലും ആകാശം ഓറഞ്ച് റെഡ് കളറിൽ കാണുന്നത് ആ സമയങ്ങളിൽ എന്താണ്, സൂര്യനിൽ നിന്നുള്ള അകലം മാക്സിമം ആവുന്നത് കൊണ്ടാണ്. അപ്പോ ഡേയും നൈറ്റും ഉണ്ടാവുന്നതും ഡൗൺ ആൻഡ് ടു ലൈറ്റും ഉണ്ടാവുന്നതും ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ്. അടുത്തതാണ് ഡൈവേഴ്സ് വെതർ ഫിനോമിന. എന്താണ് ഡൈവേഴ്സ് വെതർ ഫിനോമിന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വ്യത്യസ്തമായ കാലാവസ്ഥ. നമുക്കറിയാം, നമുക്ക് ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയം അത് ഏകദേശം 2 PM ആണ് എന്നാണ് പറയപ്പെടുക. പക്ഷെ ഇത് മാറാം. ഇപ്പൊ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ അതല്ല, മഴയൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഉച്ചയ്ക്ക് 2 മണിക്കാണ്. എന്നാൽ അതേസമയം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലത്ത് തണുപ്പ് അനുഭവപ്പെടുന്നത് ഏർലി മോർണിംഗ് ആണ്. സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയം. ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുക. അതായത് ഒരു ദിവസത്തിൽ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇവിടെ വെതർ ഫിനോമിന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഏർലി മോർണിംഗ് നല്ല തണുപ്പായിരിക്കും, നമുക്ക് നല്ല മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നും നല്ല കാലത്ത്. റീസൺ എന്താ വെച്ചാൽ ഭൂമി നല്ല രീതിയിൽ തണുത്തിരിക്കുന്ന സമയമാണത്. അതുകൊണ്ടാണ് നമുക്ക് കാലത്ത് എഴുന്നേക്കാൻ ഒരു മടിയൊക്കെ തോന്നുന്നത്. എന്നാൽ ഉച്ചയാവുമ്പോഴേക്കും സൂര്യൻ ആ ഒരു സ്ഥലത്തിന് കറക്റ്റ് മുകളിലായിട്ട് വരും, ചൂട് കൂടും. രാത്രി ആവുമ്പോഴേക്കും വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും, തണുക്കാൻ തുടങ്ങും. അപ്പൊ ഈ ടെമ്പറേച്ചർ ഡിഫറൻസസ് ഒരു ദിവസത്തിൽ തന്നെ കാണിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ്. കാരണം ഒരു സ്ഥലം ഭൂമിയിലെ ഏതെങ്കിലും ഒരു സ്ഥലം സൂര്യനോട് അടുക്കുകയും അകലുകയും ചെയ്യുന്നു. അതനുസരിച്ച് ചൂട് കൂടി കൂടി വരുന്നു, പിന്നീട് ചൂട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പൊ ഡൈവേഴ്സ് വെതർ ഫിനോമിന ഉണ്ടാവുന്നത് ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ടാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് എവർ ഗ്രീനിങ് ഓഫ് എർത്ത്. എന്താണ് ഈ എവർ ഗ്രീനിങ് ഓഫ് എർത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എവർ ഗ്രീനിങ് ഓഫ് എർത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നു. ഭൂമിയിൽ ഒരു പുൽനാമ്പെങ്കിലും വളരണമെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യപ്പെടണം. ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യപ്പെടാതിരുന്നാൽ ഒരു പുൽനാമ്പ് പോലും ഭൂമിയിൽ വളരില്ല. അപ്പൊ ഭൂമിക്ക് എന്തുകൊണ്ടാണ് ഈ എവർ ഗ്രീനിങ് കാണുന്നത്? അത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ്. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഭൂമിയുടെ കറക്കം നിർത്തി എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെയാണ് സൂര്യൻ ഇരിക്കുന്നതെങ്കിൽ ഈ സ്ഥലത്ത് കംപ്ലീറ്റ്ലി സൺലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കും. കംപ്ലീറ്റ്ലി സൺലൈറ്റ് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ അവിടെ ചൂട് കൂടും, ആ സ്ഥലം തണുക്കില്ല. ചൂട് കൂടി ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ആർക്കും അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഇപ്പുറത്തെ സ്ഥലമാണെങ്കിൽ, സൂര്യന് ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ സൂര്യപ്രകാശം അടിക്കത്തേ ഇല്ല. ഭൂമി കറങ്ങിയില്ലെങ്കിൽ സൂര്യപ്രകാശം അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ മഞ്ഞ് മൂടിക്കിടക്കാൻ തുടങ്ങും. സാവധാനത്തിൽ ആ ഒരു ഭാഗം മൊത്തം ഫ്രീസ് ആയി പോകും. അപ്പൊ എവർ ഗ്രീനിങ് ഓഫ് എർത്ത് അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്നതിന് കാരണം റൊട്ടേഷൻ ആണ്. അടുത്തത് ഓഷ്യൻ കറൻസ് ആൻഡ് വിൻഡ്. അപ്പൊ ഓഷ്യൻ കറൻസിനെയും വിൻഡിനെയും എങ്ങനെയാണ് റൊട്ടേഷൻ ബാധിക്കുക? വിൻഡ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ. എയറിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെയാണ് വിൻഡ് എന്ന് നമ്മൾ പറയാം. എയറിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെയാണ് നമ്മൾ വിൻഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ വിൻഡ് ഉണ്ടാകുന്നതിനും വിൻഡിന്റെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും റൊട്ടേഷന് സാധിക്കും. അപ്പൊ വിൻഡ് ഉണ്ടാവുക മാത്രമല്ല, വിൻഡിന്റെ ആ ഒരു ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ആർക്ക് സാധിക്കുന്നുണ്ട്? റൊട്ടേഷന് സാധിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ക്ലൈമറ്റോളജിയിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക, റൊട്ടേഷന്റെ സിഗ്നിഫിക്കൻസിൽ വരുന്ന ഒരു സിഗ്നിഫിക്കൻസ് ആണ് വിൻഡ് ഫോർമേഷനും വിൻഡിന്റെ ഡയറക്ഷനും. ഇത് രണ്ടും സാധിക്കുന്നത് എങ്ങനെയാണ്? ഇത് രണ്ടും സാധിക്കുന്നത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യമാണ് ഓഷ്യൻ കറണ്ട്. എന്താണ് ഓഷ്യൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓഷ്യൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്ര ജലപ്രവാഹങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന സംഭവം. ഇപ്പൊ കുറെ പേർക്ക് സംശയം ഉണ്ടാവും, സമുദ്ര ജലപ്രവാഹങ്ങൾ തിരമാലകളാണോ? അല്ല. ഭൂമിയില് സമുദ്രത്തില് 3 തരം ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് വേവ്സ്, തിരമാലകൾ. നമ്മള് കോസ്റ്റൽ ഏരിയയിൽ പോകുമ്പോൾ കാണുന്ന തിരമാലകൾ, അതാണ് വേവ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചലന രീതിയാണ്, സമുദ്രത്തിന്റെ ചലന രീതിയാണ് ടൈഡ്. ടൈഡ് എന്ന് പറയുന്നത് വേലിയേറ്റവും വേലിയിറക്കവും, അതായത് സമുദ്രനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രോസസ്സ്. മൂന്നാമത്തെ കാര്യമാണ് ഓഷ്യൻ കറണ്ട്.
എന്താണ് ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത്? സാധാരണ നമ്മൾ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലൊക്കെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയാ പറയുന്നത്. മൂവിങ് ഇലക്ട്രോൺസ്. മൂവ് ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ പൊതുവെ കറണ്ട് അതായത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്ന ആൾക്കാർ. അവരെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുക. അപ്പൊ ഓഷ്യൻ കറണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഓഷ്യനുള്ളിൽ തന്നെ ഒരു നദി പോലെ വെള്ളം പ്രവഹിക്കുന്നുണ്ട്. ഓഷ്യനുള്ളിലായി ഒരു നദി പോലെ വെള്ളം പ്രവഹിക്കുന്നുണ്ട്. ഇതിനെയാണ് ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും അതെങ്ങനെ ശരിയാവും? നമ്മള് ഓഷ്യൻ എന്ന് പറയുന്ന ഒരു വെള്ളത്തിന്റെ ഒരു വാട്ടർ ബോഡിയാണ്. ഓഷ്യൻ ഒരു വാട്ടർ ബോഡി ആണെങ്കിൽ ഓഷ്യനുള്ളിൽ എങ്ങനെ വെള്ളം മൂവ് ചെയ്യും എന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഓഷ്യനുള്ളിൽ ഒരു ലാറ്റിറ്റ്യൂഡിൽ നിന്ന് മറ്റൊരു ലാറ്റിറ്റ്യൂഡിലേക്ക് വർഷം മുഴുവനും ഒരേ ഡയറക്ഷനിൽ ഒരു നിശ്ചിത എമൗണ്ട് വാട്ടർ ഒരു നദി പോലെ സഞ്ചരിക്കുന്നു. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു ലാറ്റിറ്റ്യൂഡിൽ നിന്ന് മറ്റൊരു ലാറ്റിറ്റ്യൂഡിലേക്ക് വർഷം മുഴുവനും ഒരേ ഡയറക്ഷനിൽ ഒരു നദി പോലെ വെള്ളം പ്രവഹിക്കുന്നുണ്ട്. ഇതിനെയാണ് ഓഷ്യൻ കറന്റ് എന്ന് പറയുന്നത്. ഈ ഓഷ്യൻ കറന്റ് ബേസിക്കലി ഉണ്ടാവുന്നതും അവരുടെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഭൂമിയുടെ റൊട്ടേഷനാണ്. ഭൂമിയുടെ റൊട്ടേഷനും കൊണ്ട് ഇവര് സ്റ്റാർട്ട് ചെയ്യും. അത് മാത്രമല്ല, ഭൂമിയുടെ റൊട്ടേഷൻ ഇതിന്റെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാറും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓഷ്യൻ കറന്റ് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നിങ്ങൾക്ക് ഈ സാധനം ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഓഷ്യൻ കറന്റ്സ്. നിങ്ങൾ എന്താണ് സംസാരിക്കാത്തതെന്ന് എനിക്കറിയില്ല. അപ്പോ നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാൻ മടിയായത് കൊണ്ടാണോ അല്ലെങ്കിൽ കൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാണോ? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ജോഗ്രഫി അറിയാം കുറച്ച് കുറച്ച്. അപ്പൊ കഴിയുന്നത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലി കുറച്ചും കൂടെ എളുപ്പമാവും, എനിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ ഓഷ്യൻ കറണ്ട് എവിടെയെങ്കിലും പിക്ചറിലോ എന്തിലെങ്കിലും ഓഷ്യൻ കറണ്ട് കണ്ടിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാവോ? ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓഷ്യൻ കറണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഓഷ്യൻ കറണ്ടിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു സെക്കൻഡ്. ഞാനൊന്ന് നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു കാർട്ടൂൺ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ? കാണാൻ പറ്റുന്നുണ്ടെന്ന്. ജസ്റ്റ് ഒരു ഫിഷിന്റെ പിക്ചർ ആയിട്ട് ഒരു കാർട്ടൂൺ കാണിച്ചിട്ടുണ്ട്. അത് കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ? ഹലോ, ഓൺലൈനിലുള്ളവരോട് കാണുന്നുണ്ടോ? ഓൺലൈൻ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഫിഷിന്റെ പിക്ചർ. ജസ്റ്റ് ഒന്ന് പറയാവോ? സമയം കളയരുത് പ്ലീസ്. ഓക്കെ, ചിപ്പി, വിഷ്ണുപ്രിയ, ആരെങ്കിലും? ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു കാർട്ടൂൺ പ്ലേ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ള ഓഷ്യൻ കറണ്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ടിനെ കുറിച്ചാണ് അവർ പറയുന്നത്. കാണുന്നുണ്ടോ? ഈ ഒരു ഫ്ലോ ഓഫ് ഇതാണ്, അതായത് ഓഷ്യനുള്ളിൽ തന്നെ ഒരു റിവർ പോലെ എന്താ വെള്ളം ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത്. കണ്ടോ? ഇതാണ് ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത്. ഇതിന് സാധാരണ ഓഷ്യൻ വാട്ടർ പോലെയല്ല, ഒരു റിവർ പോലെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോ അത് ക്ലിയർ ആയി എന്ന്
വിശ്വസിക്കുന്നു. ഓക്കെ, അത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഓഷ്യൻ കറന്റ് എന്ന് പറയുന്നത്. ഞാനത് കാണിച്ചു തന്നത് വേറൊന്നും കൊണ്ടല്ല. കുറെ പേര് ഓഷ്യൻ കറന്റ് എന്നൊക്കെ പഠിച്ചു വെക്കും. പക്ഷെ നമുക്ക് ആ സാധനം മനസ്സിലാവാതെ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു സാധനം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സാധനം, ആ ഓഷ്യൻ കറന്റിന്റെ പിക്ചർ ആ ഒരു കാർട്ടൂൺ വഴി കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഓഷ്യൻ കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓഷ്യൻ കറന്റ് ന്റെ മൂവ്മെന്റ് അത് ഉണ്ടാവുന്നതിനും അതിന്റെ ഡയറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. ഇനി അടുത്തതാണ്, അപ്പൊ റൊട്ടേഷൻ എന്താ, റൊട്ടേഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെവല്യൂഷൻ. റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിക്രമണം എന്നാണ് അർത്ഥം. എന്താണ് റെവല്യൂഷൻ? എർത്ത് ഓർബിറ്റൽ മോഷൻ അറൌണ്ട് ദി സൺ. സൂര്യന് ചുറ്റും എർത്ത് ഒരു ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുന്നതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. സൂര്യന് ചുറ്റും എർത്ത് ഒരു ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്നതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെവല്യൂഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അപ്പൊ റെവല്യൂഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, റെവല്യൂഷനും കൊണ്ടാണ് സീസൺസ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സീസൺ എന്താണ് എന്നുള്ളത്. അപ്പൊ സീസൺ ഉണ്ടാവുന്നത് റെവല്യൂഷൻ കൊണ്ട്. അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും റെവല്യൂഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അത് സീസൺ ആണ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, എർത്ത് വെറുതെ റിവോൾവ് ചെയ്താൽ സീസൺ ഉണ്ടാവുമോ? അതിനു മുമ്പ് എന്താണ് സീസൺ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം വേൾഡില് 4 സീസൺ ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. സമ്മർ, അതുപോലെ തന്നെ വിന്റർ, അതുപോലെ ഓട്ടം, സ്പ്രിങ്. ഇതാണ് 4 സീസൺസ് എന്ന് പറയുന്നത്. ഓട്ടം, സ്പ്രിങ്, സമ്മർ, വിന്റർ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ശിശിരം, ഹേമന്തം അത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സിൽ കൊടുത്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഹേമന്തവും ശിശിരവും ഒക്കെ. ജോഗ്രഫിക്കലി നമ്മൾ പറയുന്ന 4 സീസൺസ് ആണുള്ളത്, സമ്മർ, വിന്റർ, ഓട്ടം, സ്പ്രിങ്. അപ്പോ നിങ്ങൾ എന്തിന്റെ ബേസിസിലാണ് ഒരു സീസണെ സമ്മർ എന്ന് വിളിക്കുന്നത്? ചൂട് കൂടിയ സമയത്തെയാണ് നിങ്ങൾ സമ്മർ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ചൂട് കൂടിയ സമയം ഉണ്ടാവുന്നത്? അതിന് കാരണം എന്ന് പറയുന്നത് ഡേയുടെ ദൈർഘ്യം കൂടുന്നത് കൊണ്ടാണ്. ദിവസത്തിന്റെ ദൈർഘ്യം കൂടുകയും രാത്രിയുടെ ദൈർഘ്യം കുറയുകയും ചെയ്യുന്ന സമയത്തെയാണ് സമ്മർ എന്ന് വിളിക്കുക. അതായത് ഡേ ലെങ്ത് കൂടുകയും നൈറ്റിന്റെ ലെങ്ത് കുറയുകയും ചെയ്യുന്ന സമയത്തെ നമ്മൾ സമ്മർ എന്ന് വിളിക്കും. ഇനി വിന്റർ എന്താണ്? ഇപ്പൊ വിന്ററിൽ നമുക്ക് എന്താ അനുഭവപ്പെടുക? വിന്ററിൽ നമുക്ക് തണുപ്പാണ് അനുഭവപ്പെടുക. എന്തുകൊണ്ടാണ് വിന്ററിൽ തണുപ്പ് അനുഭവപ്പെടുന്നത്? കാരണം വിന്ററിൽ ഡേ ടൈം കുറവാണ്. ഡേ ടൈം കുറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സൂര്യപ്രകാശം കുറയുക എന്നാണ് അർത്ഥം. ഇപ്പൊ ഡേ ടൈം കുറവാണ് വിന്ററിൽ, സൂര്യപ്രകാശം കുറവാണ് വിന്ററിൽ. സൂര്യപ്രകാശം കുറവായതുകൊണ്ട് തന്നെ വിന്ററിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ സമ്മറും വിന്ററും എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയേക്കുന്നത്? ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയത് വേരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് റെവല്യൂഷന്റെ സിഗ്നിഫിക്കന്റ് സീസൺസ് ആണ് എന്ന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ തരില്ല. കാരണം നമ്മൾ എഴുതാൻ പോകുന്ന KS എക്സാം ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ അത്യാവശ്യം ടഫ് ആയിരിക്കും, അത്യാവശ്യം UPSC ലെവലായിരിക്കും. UPSC ഒരിക്കലും സീസൺ എന്ന വേർഡ് ഉപയോഗിക്കില്ല. സീസൺ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സീസൺ എന്ന് പറയുന്നത് വേരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, ഡേയിലും നൈറ്റിലും വരുന്ന വേരിയേഷൻസിനെയാണ് നമ്മൾ സീസൺ എന്ന് പറയുന്നത്. സമ്മർ എന്ന് പറഞ്ഞാൽ ഡേ ലെങ്ത് കൂടുതലായിരിക്കും. ഡേ ലെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം കൂടുതൽ റിസീവ് ചെയ്യുക, ചൂട് കൂടുക. വിന്റർ എന്ന് പറഞ്ഞാൽ ഡേ ലെങ്ത് കുറയുക എന്നാണ് അർത്ഥം. ഡേ ലെങ്ത് കുറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയും, തണുപ്പ് അനുഭവപ്പെടും. ഇനി ഓട്ടവും സ്പ്രിങ്ങും. ഓട്ടത്തിന്റെയും സ്പ്രിങ്ങിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2 കാലഘട്ടങ്ങളിലും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ്. 12 മണിക്കൂർ രാവും 12 മണിക്കൂർ പകലുമാണ്. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ്. 12 ഹവേഴ്സ് ഡേ ആണ്, അതുപോലെ തന്നെ 12 ഹവേഴ്സ് നൈറ്റ് ആണ്. അതിനെയാണ് നമ്മൾ ഓട്ടം, സ്പ്രിങ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക റെവല്യൂഷന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വേരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ സമ്മറിലും വിന്ററിലും ഡേ ടൈമിലും നൈറ്റ് ടൈമിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മറിനെ നമ്മൾ സമ്മർ സോളിസ്റ്റൈസ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ സമ്മറിനെ നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് എന്നാണ് പറയുക. വിന്ററിനെ നമ്മൾ വിന്റർ സോൾസ്റ്റൈസ് എന്നാണ് പറയുക. സമ്മറിനെ സമ്മർ സോൾസ്റ്റൈസ് എന്നും വിന്ററിനെ വിന്റർ സോൾസ്റ്റൈസ് എന്നും പറയുന്നു. ഓട്ടത്തിനും സ്പ്രിങ്ങിലും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയതുകൊണ്ട് ഇവരെ നമ്മൾ പൊതുവെ ഇക്വിനോക്സ് എന്ന് പറയുന്നു. ഓട്ടത്തിനെയും സ്പ്രിങ്ങിനെയും നമ്മൾ ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നു. ഈക്വിനോക്സ് ദാറ്റ് മീൻസ് ഈക്വൽ ഡേ ആൻഡ് നൈറ്റ്. അതാണ് ആ വേർഡിന്റെ അർത്ഥം. അപ്പോൾ മനസ്സിലാക്കുക ഇക്വിനോക്സും സോളിസ്റ്റൈസും ഉണ്ടാവുന്നതും റെവല്യൂഷൻ കൊണ്ടാ. സീസൺ ഉണ്ടാവുന്ന റെവല്യൂഷൻ കൊണ്ടാ,
സീസൺ എന്ന് പറയുന്നത് വേരിയിങ് ഡേ ആൻഡ് നൈറ്റ് ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വേരിയിങ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? റെവല്യൂഷനും കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും ഇക്വിനോക്സും സോളിസ്റ്റിസും ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? അതും റെവല്യൂഷനും കൊണ്ടാണ്. ഇക്വിനോക്സ് എന്ന് അറിയപ്പെടുന്നത് ഓട്ടവും സ്പ്രിങ്ങുമാണ്. എന്തുകൊണ്ട് അതിന് ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നു? ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയതുകൊണ്ട്. എന്തുകൊണ്ട് സമ്മറിനെയും വിന്ററിനെയും സോളിസ്റ്റൈസ് എന്ന് വിളിക്കുന്നു? കാരണം അവിടെ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് അല്ല, ഡേ ആൻഡ് നൈറ്റില് വേരിയേഷൻസ് ഉണ്ട്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഭൂമിക്ക് ടിൽറ്റ് ഇല്ല, ഭൂമി വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഡേ ആൻഡ് നൈറ്റ്, അവിടെ സീസൺ ഉണ്ടാവോ? ഒരിക്കലും ഇല്ല. നിങ്ങള് എന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നോക്കുമ്പോ നിങ്ങൾക്ക് ഒരു കാര്യം ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്, അല്ല എന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. അതായത് എന്റെ കൈയാണ്, നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ കാണുന്നില്ല എന്നൊന്ന് കമന്റ് ബോക്സിൽ പറയണേ. കാരണം ഞാൻ ഇവിടെ എനിക്ക് എഴുതാൻ സൗകര്യത്തിന് ഞാൻ ഇവിടെ ബേസിക്കലി മറ്റേ വീഡിയോ മിനിമൈസ് ചെയ്തിട്ടേക്കാണ്. നിങ്ങൾ എന്റെ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവും, പക്ഷെ എന്റെ സ്ക്രീനിൽ എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ മിനിമൈസ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ എന്റെ ഈ ഒരു ഫിസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഫിസ്റ്റ് സൂര്യനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബോട്ടില് എന്താണ്? നമ്മുടെ ഭൂമിയാണ് എന്ന് വിചാരിക്കുക. ഈ ബോട്ടിൽ ഭൂമിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ബോട്ടിൽ നിങ്ങൾക്ക് ഇതിന്റെ ക്യാപ്പ് കാണാൻ പറ്റും പച്ച കളറിൽ. ഇത് നോർത്ത് പോളാണ് എന്ന് വിചാരിക്കുക. ഈ താഴത്തെ ഭാഗം സൗത്ത് പോളാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്റെ കൈ ഭൂമിയാണ്, അല്ല സൂര്യനാണ്, എന്റെ ഫിസ്റ്റ് സൂര്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഭൂമിയുടെ മധ്യഭാഗമാണ്, അല്ലെങ്കിൽ ഭൂമധ്യരേഖയാണ് ഈ കുപ്പിയുടെ ഈ ഒരു ഭാഗം, ഞാൻ ഈ കൈ പിടിച്ചേക്കുന്ന ഭാഗം എന്ന് വിചാരിക്കാം. അപ്പൊ ഭൂമിക്ക് ചരിവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഭൂമിക്ക് ചരിവില്ല എന്ന് വിചാരിക്കുക. ഭൂമിക്ക് ചരിവില്ല എന്നുണ്ടെങ്കിൽ ജൂണില് സൂര്യനും ഭൂമി ഇങ്ങനെ നിൽക്കുന്നത്, അതായത് സൂര്യൻ ഭൂമധ്യരേഖയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയിരിക്കും. കാരണം ഇവിടെ സൂര്യൻ ഭൂമധ്യരേഖയിലാണ് നിൽക്കുന്നത്, ഈക്വൽ ഡേ ആൻഡ് നൈറ്റ്. ഇനി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഭൂമി കറങ്ങി ഈ പൊസിഷനിലെത്തി. ഈ പൊസിഷനിൽ എത്തുമ്പോഴും ഭൂമധ്യരേഖയിൽ തന്നെയാണ് സൂര്യൻ, അപ്പോഴും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതായത് ജൂണിൽ തുടങ്ങി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ ഭൂമി ഇവിടെ എത്തി. ഭൂമി ഇവിടെ എത്തുമ്പോഴും എവിടെ തന്നെയാണ് സൂര്യൻ നിൽക്കുന്നത്? ഭൂമധ്യരേഖയിൽ തന്നെ, അപ്പോഴും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ്. ഇനി ഡിസംബർ കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ സമയത്തും സൂര്യൻ നിൽക്കുന്നത് ഭൂമധ്യരേഖയിൽ തന്നെയാണ്. അപ്പോ ഭൂമി നേരെയാണ് കറങ്ങുന്നതെങ്കിൽ, നേരെ നിന്നിട്ടാണ് സൂര്യന് ചുറ്റും വലം വെക്കുന്നതെങ്കിൽ അവിടെ ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആയിരിക്കും. അതായത് സീസൺ ഉണ്ടാവില്ല എന്ന് അർത്ഥം. അപ്പൊ പിന്നെ എങ്ങനെയാണ് റെവല്യൂഷൻ സീസൺ ഉണ്ടാക്കുന്നത്? റെവല്യൂഷനും അതേസമയം ഭൂമിയുടെ ടിൽറ്റും വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? സീസൺ ഉണ്ടാവുക. ഇതൊരു മുൻവർഷ UPSC ക്വസ്റ്റ്യൻ ആണ്. PSC എപ്പോ വേണമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ആവർത്തിക്കാം. അപ്പൊ അത് മനസ്സിലാക്കുക. നിങ്ങൾ ഭൂമിക്ക് ടിൽറ്റ് ഉണ്ട് എന്ന് പഠിച്ചു, നമ്മൾ റൊട്ടേഷണൽ ടിൽറ്റ് പഠിച്ചു. അപ്പൊ ആലോചിച്ച് നോക്കുക, ഭൂമി ഇത് ജൂൺ മാസത്തിലെ പൊസിഷനാണ് ഞാൻ കാണിക്കുന്നത്, ഇത് സൂര്യൻ, ഇത് നമ്മുടെ ഭൂമി. അപ്പൊ ജൂൺ മാസത്തില് സൂര്യന്റെ സൈഡിലോട്ട് ചരിഞ്ഞാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, ഈ പച്ച കളറിലാണ് നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയർ ടിൽറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ അത് കാണിക്കുന്നത് ജൂൺ മാസത്തില് നോർത്തേൺ ഹെമിസ്ഫിയറിന് സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്നു എന്നതാണ്. ജൂൺ മാസത്തിൽ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്നുണ്ട് ആർക്ക്? നോർത്തേൺ ഹെമിസ്ഫിയറിന്. അങ്ങനെയെങ്കിൽ ജൂൺ മാസം തുടങ്ങുമ്പോ ജൂൺ 21 സൂര്യൻ നിൽക്കുന്നത് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറാർക്ക് ഈ സമയം സമ്മറാണ്. നോർത്തേൺ ഹെമിസ്ഫിയറാർക്ക് ഈ സമയം സമ്മറാണ്. ഇനി ഭൂമി കറങ്ങി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. സെപ്റ്റംബറിൽ ഈ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഈ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂര്യൻ നിൽക്കുന്നത് ഭൂമധ്യരേഖയിലാണ്. സെപ്റ്റംബറിൽ സൂര്യൻ നിൽക്കുന്നത് ഭൂമധ്യരേഖയിലാണ്. സ്വാഭാവികമായിട്ടും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ് അനുഭവപ്പെടുക. ഇനി സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യന്റെ സൈഡിലോട്ട് നിൽക്കുന്നത് സതേൺ ഹെമിസ്ഫിയർ. സതേൺ ഹെമിസ്ഫിയർ ആണ് സൂര്യനെ ഫേസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഡിസംബറിൽ നോർത്തേൺ ഹെമിസ്ഫിയർ സൂര്യനിൽ നിന്ന് അകലെയാണ്.
അപ്പോ സൂര്യനിൽ നിന്ന് അകലെയാണെങ്കിൽ ആ സ്ഥലത്തിന് വിന്റർ ആയിരിക്കും. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിന് ഈ സമയത്ത് വിന്റർ, കാരണം ഇറ്റ് ഈസ് എവേ ഫ്രം സൺ. ഇനി നിങ്ങൾ ആലോചിക്കുക, ഡിസംബർ കഴിഞ്ഞ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് വീണ്ടും സൂര്യൻ ഭൂമധ്യരേഖയിലോട്ട് വന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആവും. ഇനി മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വീണ്ടും നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ സൂര്യനോട് അടുത്തു. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആവും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതാണ്: റെവല്യൂഷനും ടിൽറ്റും, ഭൂമിക്ക് ടിൽറ്റും വേണം, ഭൂമി റിവോൾവ് ചെയ്യുകയും വേണം. ഈ രണ്ട് കണ്ടീഷൻസും കൂടെ ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുക? സീസൺ ഉണ്ടാവുക. അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് പറയുകയാണ് സീസൺ ഉണ്ടാവാൻ കാരണം റെവല്യൂഷൻ മാത്രമാണ്. തെറ്റാണ്. റെവല്യൂഷൻ മാത്രം കൊണ്ട് സീസൺ ഉണ്ടാവില്ല. സീസൺ ഉണ്ടാവണമെങ്കിൽ റെവല്യൂഷനും വേണം, ഭൂമിക്കൊരു ടിൽറ്റും ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ അതിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിക്ചറിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ബോട്ടിൽ വെച്ച് മനസ്സിലാവും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് സ്ലൈഡ് നമ്മൾ എടുക്കും. അപ്പൊ അതിനു മുൻപ് ഈ പഠിച്ചത് അത്രയും നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ റെഡി ആയിരിക്കുക. ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കൺസെപ്റ്റ് ഓഫ് സ്പെറിക്കൽ എർത്ത് വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡഡ് ബൈ. ആരാണ് കൺസെപ്റ്റ് ഓഫ് സ്പെറിക്കൽ എർത്ത് ഫസ്റ്റ് കൊണ്ടുവന്നത്? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആകെ കൂടെ എന്താ ഒരാൾ മാത്രമാണ് ഇതിൽ കമന്റ് ബോക്സിൽ കമന്റ് പറയുന്നത്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ബേസിക്കലി നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. തെറ്റിയാലും നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒരു കാര്യവും നമ്മൾ പറയാൻ പോകുന്നില്ല, തെറ്റിക്കുന്നവർ ആരാണെന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, വേറെ ആർക്കും കാണത്തില്ല. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് വലിയ കാര്യം. ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. കൺസെപ്റ്റ് ഓഫ് സ്പെറിക്കൽ എർത്ത് വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡഡ് ബൈ. ആരാണ് ഫസ്റ്റ് എർത്ത് സ്പെറിക്കൽ ആണ് എന്ന് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ, ആര്യഭട്ട, തെയിൽസ്, കോപ്പർനിക്കസ്. ഒന്ന് പറയാവോ ആരാണ് പറഞ്ഞത് എന്നുള്ളത്? കൺസെപ്റ്റ് ഓഫ് സ്പെറിക്കൽ എർത്ത് വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡഡ് ബൈ. ആൻസർ ചെയ്യാൻ ശ്രമിക്കാവോ? ഓക്കെ, ആരാണ് അത്? തെയിൽസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. തെയിൽസ് ആണ് ആദ്യമായിട്ട് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞത്. കൺസെപ്റ്റ് ഓഫ് സ്പെറിക്കൽ എർത്ത് വാസ് പുട്ട് ഫോർവേഡഡ് ബൈ തെയിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ: സയൻസ് ഓഫ് ആക്യുറേറ്റ്ലി മെഷറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് 3-dimensional പ്രോപ്പർട്ടീസ് ഓഫ് എർത്ത്. എർത്തിന്റെ 3-dimensional പ്രോപ്പർട്ടീസിനെ കുറിച്ച് ആക്യുറേറ്റ്ലി മെഷർ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ശാസ്ത്രശാഖ. 3 ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച്, 3-dimensional 3 ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏത് ശാസ്ത്രശാഖയിലാണ് 3 ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുക? ഏത് ശാസ്ത്രശാഖയാണ്? ജസ്റ്റ് ഒന്ന് പറയാവോ ഏതാണ് അത്? ജിയോഡസി ആണ്. നമ്മൾ പറഞ്ഞു ജിയോഡസിയിലാണ് 3 ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് പഠിക്കുക. ഏതൊക്കെയാണ് ആ 3 ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഒന്ന് ജിയോമെട്രിക്കൽ ഷേപ്പ് ഓഫ് എർത്ത്, രണ്ട് നമ്മൾ പറഞ്ഞു എന്താണ്? ഓറിയന്റേഷൻ ഇൻ സ്പേസ്. എർത്ത് എങ്ങനെയാണ് ഓറിയന്റ് ചെയ്യുന്നത്? ഓറിയന്റേഷൻ ഇൻ സ്പേസ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാവിറ്റി. ഈ 3 കാര്യങ്ങളാണ് 3 ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് ജിയോഡസിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേരിയേഷൻ ഇൻ ദ ലെങ്ത് ഓഫ് ഡേ ടൈം ആൻഡ് നൈറ്റ് ടൈം ഫ്രം സീസൺ ടു സീസൺ ആർ ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ഡേ ആൻഡ് നൈറ്റ് ടൈം വേരിയേഷൻസ് ഉണ്ടാവുന്നത്? സീസൺ ടു സീസൺ ഡേ ആൻഡ് നൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാവോ? വേരിയേഷൻ ഇൻ ലെങ്ത് ഓഫ് ഡേ ടൈം ആൻഡ് നൈറ്റ് ടൈം ഫ്രം സീസൺ ടു സീസൺ ആർ ഡ്യൂ ടു. വെരി ഗുഡ്, ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവര് ഓക്കെ, വെരി ഗുഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, റെവല്യൂഷൻ ഓഫ് എർത്ത് ഓൺ ടിൽറ്റഡ് ആക്സിസ്. എർത്ത്
റിവോൾവ് ചെയ്യുകയും അതേസമയം തന്നെ ടിൽറ്റഡ് ആക്സിസ് ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട്, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് എർത്തില് സീസണില് വേരിയേഷൻസ് ഉണ്ടാവുന്നത്. ഉറപ്പായിട്ടും കുറെ പേര് ഇപ്പൊ ഓപ്ഷൻ ബി എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ബിയില് എന്താണ് റെവല്യൂഷൻ എന്ന് തന്നെ പറയുന്നത്, എർത്ത് റെവല്യൂഷൻ അറൌണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ മാനർ എന്നാണ് പറയുന്നത്. അപ്പൊ അതല്ല ആൻസർ റെവല്യൂഷൻ പ്ലസ് ടിൽറ്റ് ആണ്. അതുകൊണ്ടാണ് എർത്തില് സീസൺ ഉണ്ടാവുന്നത്. അപ്പൊ ഈ എടുത്ത അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ജസ്റ്റ് അത്രയെങ്കിലും പറയാവോ? എടുത്തത്ര കാര്യങ്ങൾ ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഹെക്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ടോ? എടുത്തത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഹെക്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. ഫസ്റ്റ് ക്ലാസ് ആണ്. കുറച്ച് നിങ്ങൾ പണ്ട് പഠിച്ചിരുന്ന കുറച്ച് കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ചില കാര്യങ്ങൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പോയി. അപ്പൊ ഇതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ റെക്കോർഡിംഗ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ റെക്കോർഡിംഗ് ഒന്നും കൂടെ കാണുക. ലാസ്റ്റ് തന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ